സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു ഡെലിവറൻസ് പ്രയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. കാരണം നമ്മൾ പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ളവരാണ്, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, പലതരത്തിലുള്ള ഊർജപ്രവാഹം ഉള്ളവരാണ്, പലതരത്തിലുള്ള എനർജി ഉള്ളവരാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനുള്ള കൃപയും ശക്തിയും നമുക്ക് ഓരോരുത്തരും ലഭിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. അവിടെ എല്ലാവരും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടൊന്ന് ഇരുന്നാൽ മതി. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ എന്ന് ആത്മാവാം ദൈവമേ വരണേ എന്ന ഗാനത്തിൻ്റെ ഈരടി നമ്മൾ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണമേ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതാണ്? തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, രണ്ടോ അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, ഈ പന്തക്കുസ്താസ് ദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴി അയച്ചു നൽകണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ. അങ്ങേ വെളിവ് കൂടാതെ ഞങ്ങളിൽ അറിവായി ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സൗഖ്യമാക്കണമേ, രോഗപ്പെട്ടത് അവിടുന്ന് പൊറപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ജെറമ്യാസ് പ്രവാചകന്റെ പുസ്തകം 17:14 നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. ഈ വചനം ഒന്ന് പഠിക്കാം. ജെറമ്യാസ് പ്രവാചകന്റെ പുസ്തകം 17:14. കർത്താവേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ സമൂഹത്തെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉന്നതത്തിൽ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ പരിശുദ്ധാത്മാവ് നിറയുന്നില്ല എങ്കിൽ ഞങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ സാധിക്കുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ അവിടുന്ന് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. തിരുവചനം ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ അവൻ അവരുടെ മനസ്സുകളെ തുടർന്നു. ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് വിശുദ്ധിയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അവിടുത്തെ ജ്ഞാനത്തെ അയക്കണമേ. അവൾ ഞങ്ങളോടൊത്ത് വസിക്കുകയും ഞങ്ങളോട് അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയട്ടെ. മുഖ്യദൂതനായ മിഖായേൽ മാലാഖായ ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരിൽ നിന്നും തിന്മയുടെ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യമക്കളെ സ്വർഗ്ഗത്തിലെത്തിക്കുവാനുള്ള ചുമതല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. സാത്താനെ ഞങ്ങളുടെ കാൽക്കീഴിലാക്കാൻ, തകർത്തി അവിട്ടിമെതിക്കാൻ സമാധാനത്തിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യമക്കളെ തൻ്റെ നുകത്തിന് കീഴിലാകാതിരിക്കട്ടെ, തിരുസഭയെ മുറിപ്പെടുത്താതിരിക്കട്ടെ. സാത്താനും പിശാചുമായി ഉഗ്രസർപ്പത്തെ, പുരാതന സർപ്പത്തെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിൽ അങ്ങ് തിരുസഭയിൽ ഞങ്ങൾക്ക് പൗരോഹിത്യ അധികാരത്തിൻ്റെ ശക്തിയാൽ ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും പൈശാചി ശക്തികളെയും യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ദി പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് I bind all kinds of evil spirits, the spirit of lust and flesh, anger and anxiety to go to the feet of Jesus. കർത്താവേ, നിന്റെ രക്തം കൂടി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമ്മൾ ഈ നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണമേ. നമ്മുടെ കരങ്ങൾ നമുക്ക് യാതനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വിശുദ്ധജലം തളിക്കും. ഈ വിശുദ്ധജലം തളിക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക. അതിൻ്റെ അർത്ഥം, ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. 2 അതരത്തിൽ കുരിശ് വരയ്ക്കുക. അതിൻ്റെ അർത്ഥം, ദൈവമേ, എൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവ് അഗ്നിനാവായിട്ടാണ് ആവസിച്ചത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, ഞങ്ങളുടെ നാവിൽ നീ അഗ്നിയായി ആവസിച്ച് ഞങ്ങളുടെ വാക്കുകളെ, കൃപാപൂരിതമായ വാക്കുകൾ പറയാനുള്ള ശക്തിയും കരുത്തും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. 3 നെഞ്ചിൽ കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്നാണ്. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണമേ. ഈരടി പാടിക്കൊണ്ട് വിശുദ്ധജലം തളിച്ച് നമ്മൾ എല്ലാവിധത്തിലുള്ള വൈശാഖിക ബന്ധനങ്ങളെയും ഈ ഭവനത്തിൽ നിന്ന്, ഈ ഹോളിൽ നിന്ന് ബഹിഷ്കരിച്ച്, ബന്ധിച്ച് കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പന്തക്കുസ്തയുടെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ,
അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ആരംഭിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ. ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹം നിറഞ്ഞ അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം അമ്മ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കുമാറാകട്ടെ. അങ്ങയുടെ മധ്യസ്ഥതയാലും സഹായത്താലും പിതാവായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴി അയച്ചു നൽകുക. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിൽ സൗഖ്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികൾ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യൽ പാപമല്ലാതെ ഒന്നുമില്ല. അഴുക്കുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സൗഖ്യമാക്കണമേ, രോഗപ്പെട്ടത് അവിടുന്ന് ഉറപ്പിക്കണമേ, കടുപ്പമുള്ളത് ഭയപ്പെടുത്തണമേ, തണുപ്പുള്ളത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയതിനെ നേരെയാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യഭരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ സാക്ഷികളുടെ മഹാസമൂഹത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്നെ തന്നെ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധിയുടെ വെണ്മയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു. അങ്ങ് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പ്രകാശവുമാകുന്നു. ഞാൻ അങ്ങിൽ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൃപാവരത്തോട് അവിശ്വസ്തത കാണിച്ച ഞങ്ങളെ, അവിടുത്തെ ദുഃഖിപ്പിക്കരുതെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങേക്കെതിരായ ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങേ ഉപദ്രവിക്കുവാൻ ഇടയ്ക്ക് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓരോ ചിന്തയെയും അവിടുന്ന് കാരുണ്യപൂർവ്വം കാത്തു സൂക്ഷിക്കണമേ. എപ്പോഴും അങ്ങയുടെ ശക്തിയാൽ എന്നെ പ്രകാശിപ്പിക്കണമേ. യേശുവിൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ പിടിച്ചുകൊണ്ടും അവിടുത്തെ 5 തിരുമുറുകളിൽ നോക്കിക്കൊണ്ടും അവിടുത്തെ അമൂല്യ രക്തത്താൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ തെരുവിലാപ്പുറത്ത് കുത്തിയ മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയത്തെയും ആരാധിച്ചുകൊണ്ടും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആരാധ്യനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ സെക്രട്ടറിയും KCSC കോർഡിനേറ്ററും അതോടൊപ്പം ചേർത്തല സോണിൻ്റെ ആനിമേറ്ററായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു വരുന്ന കൊച്ചി രൂപതയിലെ വല്ലയത്തോട് വികാരിയുമായ ജോൺസൺ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചതിൻ്റെ പുതുമയോടുകൂടെ ജീവിക്കുന്നതിനുമുള്ള ആഗ്രഹത്തോടുകൂടെ നാം ഒരുമിച്ച് കൂടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നവമായി രൂപാന്തരപ്പെടുക, നവചൈതന്യത്തോടുകൂടെ സഭയുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിയുക, വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുക, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലഘട്ടം ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമാണ്. വിശ്വാസത്തിൻ്റെ യാത്രാവഴിയിൽ മനുഷ്യർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന അനേകം കാര്യങ്ങൾ എല്ലായിടത്തും കാണുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധി പറയുന്നതിനപ്പുറത്തേക്ക് ആത്മാവ് പറയുന്നതനുസരിച്ച് ജീവിക്കാനായി കഴിഞ്ഞെങ്കിൽ മാത്രമേ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്നത്, ഈ ലോകവും ഈ ലോകത്തോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളും നമ്മളോട് പറയുന്നതൊക്കെ നമ്മളെ അബദ്ധങ്ങളിൽ കൊണ്ടെത്തിക്കാനായിട്ട് സാധ്യതകളേറെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം, കർത്താവിന് ഏതൊരു കാര്യത്തെയും നന്മയാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പോരായ്മയെയും കർത്താവിന് നിറവാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിരുനാൾ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ വർഷവും ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരെ നാം ശ്രമിക്കുന്നത്. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന് പുതുമയായി മാറട്ടെ. കർത്താവ് നമ്മെ പഠിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിക്കും. ഈ പഠിപ്പിക്കലാണ് കർത്താവ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഈ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുക. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, അവിടുന്ന് നിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നമ്മൾക്ക് ഒരു പുതുമ സമ്മാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ നമ്മെ നയിക്കുകയും പരിപാലിക്കുകയുമാണ്. ഇന്നേ ദിവസം എന്നേക്കാൾ കൂടുതൽ നിങ്ങളിന്ന് ശ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കോഴിമലയച്ചനെയാണ് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അച്ഛൻ നമുക്ക് വേണ്ടി ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ അച്ഛനെ വ്യക്തിപരമായിട്ട് അച്ഛനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് ഞങ്ങളുടെ ഈ വർഷത്തെ വാർഷിക ധ്യാനം അച്ഛനാണ് നടത്തിയത്. കൊച്ചി രൂപതയിലെ വൈദികർക്ക് വേണ്ടി വാർഷിക ധ്യാനം നടത്തിയത് കോഴിമല അച്ഛനാണ്. അച്ഛൻ വാർഷിക ധ്യാനത്തിന് വന്ന് ആ ടോക്കിനിടയിലാണ് ഞാൻ അച്ഛനോട് ചെന്നിട്ട് ചോദിച്ചത്, ഇവിടെ ചേർത്തല സോണിൻ്റെ കരസ്മാറ്റിക് ഇതിൻ്റെ പെന്തക്കോസ്ത ദിനത്തിന് ഒരു ടോക്ക് തരാൻ അച്ഛൻ വരുമോ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് അത്രമാത്രം അച്ഛൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അച്ഛൻ സംസാരിക്കുന്നത് സാധാരണ ഞങ്ങൾക്ക് അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് വരുമ്പോൾ വർഷങ്ങളായിട്ട് ഈ അച്ഛന്മാരുടെ ധ്യാനത്തിൻ്റെ തിരുന്ന് ശീലമുള്ളത് കൊണ്ട് ഞങ്ങളെ സുഖിപ്പിച്ചിട്ട് ഞങ്ങൾ ഉറക്കാതെ ഒക്കെ ഇങ്ങനെ അതും ഇതും തമാശയൊക്കെ പറഞ്ഞൊക്കെയാണ് ക്ലാസ് എടുക്കുക. അച്ഛൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അച്ഛൻ വചനത്തോട് മാത്രമേ വിശ്വസ്തത പുലർത്തിയുള്ളൂ. വേറെ ഒന്നിനോടും അച്ഛന് ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വചനമാണെന്നും ആ വചനം പറയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അച്ഛന് കൃത്യമായി ആ ഒരു ബോധ്യത്തോടുകൂടി അച്ഛൻ സംസാരിക്കുകയും വചനം മാത്രം പറയുകയും ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ ഈ പ്രാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അച്ഛനെ സമീപിച്ചത്. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു വരാനായിട്ട്. ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ലാളിത്യം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ഈ രാവിലെ മുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ഞാനാണ്. ഒരിടവകയിൽ ഇരിക്കുമ്പോൾ ഓടിയെത്താൻ പറ്റാത്ത സമയത്ത് എൻ്റെ ഭാഗ്യമാണ് അച്ഛൻ ഇവിടെ നേരത്തെ എത്തിയിട്ട് ധ്യാനഗുരുവാണ്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ധ്യാനിപ്പിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഓടി നടന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തതും കോഴിമലച്ചനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ലാളിത്യം അറിയാം. അത് ഇന്ന് ആ ലാളിത്യം ഞാൻ കണ്ടു. ഈ വാർഷിക ധ്യാനത്തിൽ വചനത്തോടുള്ള ബന്ധം കണ്ടു. ഏതായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ഇണങ്ങിയ വ്യക്തിയെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നതെന്ന് 100% ബോധ്യമുണ്ട്. അച്ഛൻ MCBS സഭാ സമൂഹത്തിലെ വൈദികനാണ്.
അതുകൊണ്ട് നമുക്ക് ഈ തങ്കിയിൽ ഇവർക്ക് ഹൗസുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ളതാണ് MCBS സഭാസമൂഹത്തെ. നമുക്ക് വേണ്ടി ഇന്ന് വചനം പറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയ കോഴിമലയച്ചനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യും. സ്നേഹമുള്ള ജോണച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്കൊന്ന് പഠിച്ച് അങ്ങ് തുടങ്ങാം. കാരണം അതൊരു പ്രാർത്ഥനയാണ്, ഒരു സ്ത്രീയുടെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ്. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വചനം. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ചാപ്റ്ററുകളൊക്കെ അല്പം മാറിയ കിടക്കുന്നത്, ഗ്രീക്കിൻ്റെയും ഹീബ്രുവിൻ്റെയും വിവർത്തനത്തിൽ നിന്ന് കറക്റ്റ് ആക്കി കൊണ്ടുവന്നുകൊണ്ട് ആ ചാപ്റ്ററുകൾ അപ്പോൾ അല്പസ്വല്പം വ്യത്യാസം കാണും. 14:4 കാണും, 10:14 കാണും. വചനം ഇതാണ്: കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ എസ്തേർ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങല്ലാതെ, അങ്ങെല്ലാം കാണുന്നുണ്ടല്ലോ, അതിന് മുൻപ് പറയുന്നുണ്ട്, കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണം. വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചിന്തയാണ്, തോട്ട്. ചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് മാഗ്നറ്റിക്കാണ്. ദൈവത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അതിനകത്ത് ആകർഷണീയതയുണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിലൊരു ചെറിയൊരു പാത്രത്തിനകത്ത് ഇപ്പം ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ കാന്തത്തിൻ്റെ ഒരു കഷ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ അത് വലിച്ചെടുക്കില്ല, കടലാസ് വലിച്ചെടുക്കത്തില്ല, അത് ഇരുമ്പ് തരികൾ മാത്രമേ ആകർഷിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്ത, അതായത് ആ ചിന്ത എന്ന് പറയുന്നത് ശക്തിയാണ്, എനർജിയാണ്, അത് മാഗ്നറ്റിക്കാണ്. ആ ശക്തി അതിന് സമാനമായ പോസിറ്റീവായുള്ള എല്ലാ ചിന്തകളെയും, അതായത് നമ്മളുടെ നെഗറ്റീവിനെ അല്ല നമുക്ക് വലിച്ചെടുക്കേണ്ടത്, നമുക്ക് പോസിറ്റീവിനെയാണ് വലിച്ചെടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആകർഷിക്കും, ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്. അതുകൊണ്ട് ഈ വചനം നമ്മിലൊന്ന് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മളെ ആകർഷിക്കില്ല. ഈ മാഗ്നറ്റിന്, കറണ്ടിനെ, ഇരുമ്പിനെ അല്ലാതെ മറ്റൊന്നിനെയും വലിച്ചെടുക്കാൻ സാധിക്കാത്തതുപോലെ, അതാണ് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ഹൃദയത്തിൽ എൻ്റെ വചനത്തെ സൂക്ഷിച്ചു. 119-ാം സങ്കീർത്തനം 9-10 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി തൻ്റെ മുഖം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും. എങ്ങനെയാണ് എൻ്റെ ഫേസ്, എൻ്റെ മുഖം എങ്ങനെയാണ് നിർമ്മലമായി കാത്തു സൂക്ഷിക്കുക? അതിന് ഉത്തരം കൊടുക്കുകയാണ്, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖം സംരക്ഷിക്കും. അതുകൊണ്ട് ഈ വചനം നമുക്ക് ഇന്ന് പഠിക്കാം, നമുക്ക് സൂക്ഷിക്കാം. കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണം. ഇതൊരു മിറക്കിൾ വേഴ്സാണ്. നിങ്ങളിന്ന് ബസ്സിന് യാത്ര ചെയ്യുന്നവരുണ്ട്, വണ്ടിയിൽ വന്നവരുണ്ട്, പലവിധത്തിലുള്ള വാഹനങ്ങളിൽ വന്ന് പോകുമ്പോഴൊക്കെ ഈ വചനം ഇങ്ങനെ ഒന്ന് ഉരുവിട്ട് പ്രാർത്ഥിച്ച് നോക്കിയോ. ഇത് ഈ നമ്മുടെ ഇന്നത്തെ ഈ മൊബൈലിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ചാർജറുണ്ട്, പെട്ടെന്ന് ചാർജ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ ദൈവത്തോടുള്ള ഹൃദയം പറിച്ചുള്ളൊരു പ്രാർത്ഥന, കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഈ വചനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും നിറവേറട്ടെ. അവൻ വചനമയച്ച്, 107-ാം സങ്കീർത്തനം 20-ാം വചനം, അവൻ തൻ്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു. ദൈവത്തിൻ്റെ വചനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് പൗരോഹിത്യവും ശുശ്രൂഷയുമൊക്കെ. അതുകൊണ്ട് ഒരു പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വചനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം നിറയ്ക്കണം, ജനം പ്രബോധനം തേടി അവൻ്റെ അടുക്കൽ എത്തണം. അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് നൽകുന്നൊരു വചനം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വചനം നമുക്കൊന്ന് പഠിക്കാം. കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഈ ഒരു കൊച്ചു വചനം ഈ അടുത്ത കാലത്ത് ഒരു +2 പഠിക്കുന്ന ഒരു കൊച്ചിന്, ഒരുമാതിരി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ഈ കൊച്ചിന് പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും കയ്യും കാലും വരച്ച് എഴുതാൻ പറ്റത്തില്ല. പകുതി പരീക്ഷ എഴുതും, ആ എഴുതിയിടത്തോളം മാർക്ക് മുഴുവനും കിട്ടും, പക്ഷേ ഈ കൊച്ചിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഈ കൊച്ചിന് ഞാൻ ഈ വചനം ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, മോൾ ഇതെന്ന് ഈ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ഈ പ്രാവശ്യം 2 മാർക്കോ മറ്റോ കുറവുള്ളൂ, 1200 മാർക്കിൽ ഈ ബാക്കി മുഴുവൻ മാർക്ക് ആ കൊച്ചു മേടിച്ചിരിക്കുക. ഈ വചനമാണ് അവൾ പറഞ്ഞു, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞാണ്. കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ, ഏകനായ എന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ ഏതൊരു നിമിഷത്തിലും ഇതാണ് പരിശുദ്ധ അമ്മ ദൈവത്തിരസനിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ അവസരത്തിൽ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൻ്റെ മുമ്പിൽ വിവാഹ നിശ്ചയം ചെയ്തതിന് പുരുഷൻ നിൽക്കുന്നു, കുടുംബം നിൽക്കുന്നു, ബന്ധുമിത്രാദികൾ നിൽക്കുന്നു, അധികാരികൾ നിൽക്കുന്നു.
ഇതിൻ്റെ നടുവിൽ ദൈവം പറയുകയാണ്, നീ ഗർഭം ധരിക്കും, പ്രസവിക്കും, ഒരു കുഞ്ഞിന് വയ്ക്കുന്നത്. നമ്മൾ കേട്ടപ്പോൾ നമുക്കും കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് മംഗളവാർത്തയാണ്. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയത്തിൻ്റെ ഗത്സമനി ആരംഭിക്കുക. അവിടെ 33 വർഷങ്ങൾക്ക് ശേഷം ഈശോ ആരംഭിക്കാൻ പോകുന്ന ഗത്സമനിയുടെ ആദ്യത്തെ തലം മാതാവ് അനുവദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ നടക്കും? ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇന്ന് +2 കഴിഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കളെ ചോദിക്കുകയാണ്, എങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷൻ എവിടെ കിട്ടും? ഇതെങ്ങനെ നടക്കും? 3-4 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് തോറ്റ കുട്ടികൾ ചോദിക്കുന്നു, ഇത് എങ്ങനെ നടക്കും? കടബാധ്യതകളിൽ നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, ഇത് എങ്ങനെ നടക്കും? എന്നീ കണ്ണുനീര് മാറും, എന്നീ കഷ്ടപ്പാട് മാറും, എന്നീ സങ്കടം മാറും, എന്നീ ക്യാൻസർ മാറും. ഈ ചോദ്യം ചോദിച്ചത് ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മാതാവ് നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷത്തിൽ കണ്ണുനീരും ചോരയും കലർന്നൊരു ചോദ്യമാണ്, ഇത് എങ്ങനെ നടക്കും? നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അത് 1-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നത്. 35-ാമത്തെ വചനത്തിൽ ദൈവം അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ മാനവരാശിക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ ഉത്തരം മാതാവാണ് ചോദിച്ചത്. കാരണം ഈ ഭൂമിയിൽ ഈ ജീവൻ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കണ്ണുനീരിൻ്റെയും ചോരയുടെയും കഥയാണ് ഈ മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ നിൽക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്ന എല്ലാവരും കൂടി അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ പിളർക്കപ്പെട്ട ശരീരത്തിൻ്റെ കഥയുണ്ട്, ഒരു സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ കഥയുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ പുരുഷന്മാർ സഹിക്കുന്നില്ലെന്നല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പരിധിവരെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്ന അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ ദൈവം കൊടുത്ത ഉത്തരവിതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, വ്യക്തിയാണ്. ഇനി രണ്ടാമതെന്താണ്? ആ വ്യക്തി നിറയുമ്പോൾ, പരിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മൾ പന്തക്കുസ്തായിലേക്ക് പ്രവേശിക്കുമ്പോൾ നടപടി പുസ്തകം അല്ല അപ്പസ്തലന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത് പന്തക്കുസ്താ സുദിനത്തിൽ. അപ്പോൾ ക്രൈസ്തവർ പന്തക്കുസ്ത ആഘോഷിക്കുന്ന ആദ്യത്തെ പന്തക്കുസ്തയാണ്. യഹൂദർക്കൊരു പന്തക്കുസ്ത ഉണ്ടായിരുന്നു. യഹൂദരുടെ പന്തക്കുസ്ത എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ അടിമത്തത്തിൽ നിന്ന് ആ ജനം വിമോചിച്ച് അവർ കാനാൻ ദേശത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചെങ്കടൽ പിറന്ന് അവിടെ ചെല്ലുന്ന 50-ാം ദിവസത്താണ് അവർ സീനായി മലയിലെത്തുന്നത്. ആ സീനായി മലയിൽ വെച്ചിട്ട് ദൈവം അവർക്ക് ഒരു അവിടെ വെച്ചാണ് അവരെ ശരിക്കും ഒരു കമ്മ്യൂണിറ്റിയാക്കി രൂപപ്പെടുത്തുന്നത്. അവർക്ക് അഡ്രസ്സ് ഉണ്ടാകുന്നു, അവർക്ക് പേരുണ്ടാകുന്നു. അവർ പറഞ്ഞു, ഇനി ഇത്രയും കാലം നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ മനുഷ്യരാണ്, പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡയറക്ടറി എന്ന് പറയും. നമ്മുടെ ഭാരതത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതുപോലെ അവർ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തരാൻ പോവുക. എന്താണ്? 10 കൽപ്പനകളാണ്. ആ 10 കൽപ്പനകൾ നൽകിയതിൻ്റെ ഓർമ്മയായിരുന്നു 50-ാം ദിവസം. പെൻഡ എന്ന് പറഞ്ഞാൽ 5, പെൻറ്റക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50. 50-ാം ദിവസം ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം 50-ാമത്തെ ദിവസമാണ് അവർക്ക് ഈ നിയമം നൽകപ്പെടുന്നത്. ഇനി അത് അവരെ സംബന്ധിച്ച് അവരുടെ പെസഹായുടെ ആഴ്ചയിലെ 7 ആഴ്ചകളാണ്. 7 49, 50-ാമത്തെ ദിവസം. അതോടൊപ്പം തന്നെ അത് വിളവെടുപ്പ് തിരുനാൾ കൂടിയാണ്. ആദ്യ ഫലങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളതിൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൽപ്പന കിട്ടിയതിൻ്റെ 50-ാം ദിവസം, വിളവെടുപ്പിൻ്റെ തിരുനാൾ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ്. അങ്ങനെ അവരൊരുമിച്ച് കൂടി അവരെല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. ആ പന്തക്കുസ്ത ദിവസമാണ്. അതായത് ഈ പന്തക്കുസ്തയെ യഹൂദ പന്തക്കുസ്ത എന്തായിട്ട് മാറുന്നത് ക്രിസ്ത്യൻ, അതായത് ക്രിസ്തീയ പന്തക്കുസ്തയായിട്ട് അവിടെ രൂപാന്തരപ്പെടുത്തൽ കാണുന്നതാണ്. ഇവിടെ ഈശോ മിശിഹായുടെ പെസഹ കുഞ്ഞുങ്ങളായ ഈശോ ബലിയർപ്പിക്കപ്പെട്ടു. എന്തിന്? മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും യോഗ്യതയുടെ 50-ാം ദിവസമാണ് പന്തക്കുസ്ത എന്ന് പറയുന്നത്. ഇതൊരു വിളവെടുപ്പാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വിളവെടുപ്പാണ് നടക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ നൽകിയ നിയമവും പുതിയ നിയമത്തിൽ നൽകിയ നിയമവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയ ഒരു സംഹിത നമുക്കറിയാൻ സാധിക്കില്ല. പഴയതിനെ ചിലതിനെ നവീകരിച്ച്, ചിലതിനെ വേണ്ടെന്ന് വെച്ചു, ചിലതിനെ ഡിലീറ്റ് ചെയ്തു, ചിലതിനെ കൂട്ടിച്ചേർത്ത് അങ്ങനെ വരുന്ന പഴയ നിയമം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത BNS വന്നിട്ടുണ്ട്. ഇതുപോലെ പഴയ നിയമത്തിൻ്റെ ചില പഴയ നിയമത്തിൽ കൊടുത്ത നിയമത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദൈവം അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുത്ത 10 കൽപ്പനകളായിരുന്നു. 10 കൽപ്പനകൾ കൊടുത്തു. ആ 10 ശരിക്കും പറഞ്ഞാൽ ആ 10 കൽപ്പനകൾ നമ്മൾ ചുരുക്കിയെടുത്ത് 8 കൽപ്പനകളായിട്ട് പറയാം. 1, ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ.
അതായത് ഇസ്രായേൽക്കാർക്ക് വീടില്ലാത്ത കൂടില്ലാത്ത മനുഷ്യരോട് പറയുകയാണ്, ഇനി ഞാനാണ് നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനമാണ്. ഇനി നിങ്ങളുടെ ഐഡൻറ്റിറ്റി, കർത്താവ് ദൈവമായുള്ള ജനം ഭാഗ്യമുള്ളവർ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. നമ്മൾ സങ്കീർത്തനം 33:22-22 അത് വായിക്കുന്നുണ്ട്. അവിടെ വചനം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എൻ്റെ ജനം, ഞാൻ. അപ്പോൾ ഒരു ഭാര്യഭർത്തൃ ബന്ധം പോലെ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമാണ്. ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്ത്? ഒന്നാമത് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. രണ്ടാമത് പറഞ്ഞു, നീ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ സാക്ഷ്യം വഹിക്കണം. നീ എൻ്റെ ജനമാണെന്ന് പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് കാണണം. അതായത് സത്യദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, സത്യദൈവത്തിലാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകാത്ത രീതിയിൽ എൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അപ്പം നീ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു തീയിലേക്ക്, അതായത് ഫ്രിഡ്ജിലേക്ക് ഐസ് കട്ടയിൽ കൈവച്ചിട്ട് അല്പം പോലും തണുക്കുന്നില്ല എങ്കിൽ അത് ഒന്ന് ഐസിൻ്റെ കുഴപ്പമല്ല, അത് പക്ഷേ നമ്മുടെ കൈയുടെ കുഴപ്പമാണ് ആകാം എന്ന് പറഞ്ഞതുപോലെ നീ എന്നോട് ചേർന്നിരിക്കുന്നെങ്കിൽ നീ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഞാൻ കരുണയുള്ള ദൈവമാണ്, ആ ദൈവത്തിന് കാരുണ്യത്തിൻ്റെ വഴി തന്നെ നീ സാക്ഷ്യം. രണ്ടാമത് പറഞ്ഞു. മൂന്നാമത് ദൈവം പറഞ്ഞു, നീ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ സമയം ചെലവഴിക്കണം, സാബത്ത് ദിവസം ആചരിക്കണം, നീ പ്രാർത്ഥിക്കണം. പ്രയർ ഈസ് പവർ ആൻഡ് പവർ ഈസ് പ്രയർ. അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിന്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. രണ്ടാമത് പറഞ്ഞത്, നീ സത്യദൈവത്തിന് സാക്ഷ്യം വഹിക്കണം. ബി മൈ വിറ്റ്നസ്. നീ എവിടെ പോയാലും നീ എൻ്റെ സാക്ഷിയായിരിക്കണം. കാരണം സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന നീ മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്. അത് അഡൾട്ടറിയാണ്, വ്യഭിചാരത്തിന് തുല്യമാണ്. എന്നെ മാത്രമേ ആരാധിക്കൂ. 2, നീ എവിടെ പോയാലും നീ എനിക്ക് സാക്ഷ്യം വഹിക്കണം. 3, കർത്താവിൻ്റെ ദിവസം നിനക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങൾ അടിത്തറ ഇട്ട് കൊടുത്തത് 3. പിന്നെ ഒരു 5 ശീലങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങളൊരു പുതിയ കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ഒന്നാമത് എന്താ പറഞ്ഞത്? ബഹുമാനത്തിൻ്റെ സുവിശേഷമാണ്. നീ എല്ലാവരെയും ബഹുമാനിക്കണം. ബഹുമാനം, ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്ട്. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക, ബഹുമാനം സ്വീകരിക്കുക. അതുകൊണ്ട് മാതാപിതാക്കൾ തൊട്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി, 5 ശീലങ്ങളിൽ 1 ദൈവം കൊടുത്താണ് ഈ സീനായി മലയിൽ വെച്ച്. രണ്ടാമത് പറഞ്ഞു, അത് നീ ജീവൻ്റെ മേൽ കൈവെക്കരുത്, ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കരുത്, അതായത് കെടാൻ പോകുന്ന തീ കെടുത്തിക്കളയരുത്. അതുകൊണ്ട് നീ മറ്റേ ജീവൻ്റെ മേൽ കൈവെക്കരുത്. ജീവൻ്റെ സുവിശേഷം കൊടുത്തു, ബഹുമാനത്തിൻ്റെ സുവിശേഷം കൊടുത്തു. 2, ജീവൻ്റെ സുവിശേഷം കൊടുത്തു. മൂന്നാമത് പറഞ്ഞു, ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ, അതായത് ഭാര്യഭർത്താക്കന്മാർ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ കാണിക്കേണ്ട ആദരവ്, ബഹുമാന, റെസ്പെക്റ്റ്, പരസ്പര വിധേയരായി നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. മൂന്നാമത് കൊടുത്തത് ദാമ്പത്യ സുവിശേഷമാണ്. ബഹുമാനത്തിൻ്റെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം, ദാമ്പത്യ സുവിശേഷം. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ഭൗതിക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ആരും ആരുടെയും വസ്തുക്കൾ എടുക്കുകയോ മോഷ്ടിക്കുകയോ ആ തരത്തിൽ എടുക്കരുത്, ഉത്തരിപ്പ് ഘടകങ്ങൾ വരുത്തരുത്. അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ സൃഷ്ടിക്കുന്ന സാമൂഹ്യ നീതിയുടെ സുവിശേഷം. 4. പിന്നെ നമ്മൾ കാണുന്ന 5-ാമതായിട്ട് എന്താ പറഞ്ഞത്? ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ സത്യസന്ധത എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം സത്യമാണ്, ദൈവം അസത്യത്തെ വെറുക്കുന്നു. അതുകൊണ്ട് ഈ 5 ശീലങ്ങളാണ്. 3 ദൈവിക നിയമങ്ങളും 5 മാനുഷിക നിയമങ്ങൾ എന്ന് വേണേൽ സാധിക്കും. ഇങ്ങനെ ഇവർക്ക് സീനായി മലയിൽ വെച്ച് കൊടുത്തു. പക്ഷെ നിയമം നല്ലതായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്തായെന്ന് ചോദിച്ചാൽ, നിയമം വ്യാഖ്യാനിച്ച് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഫരിസേയര്, സദുക്കായരുള്ള ഗ്രൂപ്പുകാർ ഈ വചനം, ഈ ദൈവം കൊടുത്ത ശരിക്കും എനിക്ക് 8 എണ്ണമാണ്. അപ്പോൾ 9, 10 ഇല്ലെന്ന് ചോദിക്കും. 9 എന്താണ്? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുന്നത്. അതെന്താണ്? 6-ാമത്തെ കൽപ്പനയിലുള്ളതാണ്, വ്യഭിചാരത്തിൻ്റെ പറ്റി പറയുന്നത്. 10-ാമത്തെ എന്താണ്? അന്യൻ്റെ വസ്തുക്കൾ എടുക്കരുത്. അത് 7-ാമത്തെ പ്രമാണത്തിൽ. അതുകൊണ്ട് അവരുടെ 8 എണ്ണമാണ് ശരിക്കും. അഷ്ടമാർഗ്ഗങ്ങളാണ് ദൈവം കൊടുത്തത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പറ്റിയത്, അത് അവർ ദുർവ്യാഖ്യാനം ചെയ്ത് 613 നിയമങ്ങളാക്കി മാറ്റി. അവരുടെ നാടിൻ്റെ നിയമങ്ങൾ, ശുചിത്വത്തിൻ്റെ നിയമങ്ങൾ, ഭക്ഷണ നിയമങ്ങൾ, മറ്റു മനുഷ്യരുമായിട്ട് പ്രകൃതിയുമായി ഇടപെടുന്ന എല്ലാ നിയമങ്ങളുടെ കൂട്ടിക്കലർത്തി ഒരു 613 നിയമങ്ങളാക്കി മാറ്റി. ആര്? ദൈവജനം. അങ്ങനെ ദൈവത്തെ ആരാക്കി മാറ്റി? ദൈവത്തെ ഒരു ജഡ്ജിയാക്കി മാറ്റി. ആ നിയമം പാലിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവരാണെന്ന്. അങ്ങനെ ലീഗലിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ, നിയമത്തിൻ്റെ കെട്ട് വന്നു. അതായത് സ്നേഹം പോയി, കുളിപ്പിച്ച് വെള്ളം കളഞ്ഞ കൂടത്തിൽ കൊച്ചിനെ കളഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത സ്നേഹത്തിൻ്റെ കൽപ്പന വിസ്മരിച്ച് ഈ മറ്റു തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് പ്രവാചകന്മാരെ അയച്ച് ദൈവം പറഞ്ഞു, ഈ ലീഗലിസത്തിലേക്ക്, അതായത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം അവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ, പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിയമം അവർക്കൊരു ശാപമായി മാറി. ഈ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുക. നമ്മൾ കാണുന്ന കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ നമ്മൾ 14-15 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് എതിരായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ തുടച്ചു മാറ്റി. നമുക്ക് എതിരായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ തുടച്ചു മാറ്റി കുരിശിൽ അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കാണുകയാണ്. ഇവിടെയാണ്
പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർക്ക് നിയമം കിട്ടിയതാണെങ്കിൽ പന്തക്കൊസ്തയിൽ എന്താണ് സംഭവിക്കുന്നത്? എസെക്കൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ നിവേശിപ്പിക്കും, നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്ത. പഴയ നിയമത്തിൽ സീനായി മലയിൽ എന്താ നടന്നത്? കല്ലിൽ കൊത്തിയ ഫലകത്തിൽ കൊത്തിയ നിയമമാണ് കൊടുത്തെങ്കിൽ പറഞ്ഞു കല്ലും ഫലകങ്ങളൊക്കെ മാറട്ടെ. ഇനി ആരാണ് നിയമം നൽകിയവൻ? നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിയമദാതാവായി മാറുന്നു, ദൈവം തന്നെ നിയന്ത്രിക്കുന്നു. അതായത് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിനക്ക് ഞാൻ നൽകും. നിങ്ങളുടെ അശുദ്ധിയെല്ലാം ഞാൻ തുടച്ചു മാറ്റും, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകം 13:1 നമ്മൾ വായിക്കുകയാണ്. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധിയാക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് അവൻ്റെ തിരുവിലാവിൽ നിന്നും രക്തവും ജലവും ഒഴുകി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ പാർശ്വത്തിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി ഉടൻ തന്നെ അവിടുന്ന് രക്തവും ജലവും. ഈ ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനം, അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. ആത്മാവ് അവൻ ആത്മാവിനെ സമർപ്പിച്ചു, തലചായ്ച്ച് അവൻ ആത്മാവിനെ സമർപ്പിച്ചു. അതായത് കാൽവരിയിലെ മരക്കുരിശിലെ മരണത്തിലൂടെയാണ് പിതാവായ ദൈവം പുത്രൻ്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിയത്. ഇതാർക്ക് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്? എൻ്റെ എല്ലാ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടിയാണ്. അതായത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് പ്രിയപ്പെട്ടവരും ഉണ്ടാകണം. നമ്മൾ നടപടി പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ അവിടെ വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയുന്നതാണ്, അതായത് നമ്മളവിടെ പറയുന്നത് മാതാവും ശിഷ്യന്മാരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു വായിച്ച്, മാതാവും ശിഷ്യന്മാരും മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സൂക്ഷിച്ച് വായിക്കുമ്പോൾ വാച്ച് നന്നാക്കുന്നവൻ കണ്ണാടി വെച്ചിട്ട് വായിക്കുന്നത് പോലെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ 1-ാം അധ്യായത്തിലെ അവതരണത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മാതാവും, അതായത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ അതായത് മാതാവും ശിഷ്യന്മാരും മറ്റ് സ്ത്രീകളും ഒരുമിച്ച് അവിടെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ മാത്രമല്ല, മാതാവുണ്ടായിരുന്നു, അപ്പസ്തോലന്മാരുണ്ടായിരുന്നു, മറ്റ് സ്ത്രീകളുണ്ടായിരുന്നു. അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ആരുടെ യോഗ്യതയല്ല, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാണ് ഈ പരിശുദ്ധാത്മാവ്. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ആ വ്യക്തി നിറയുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയാണ്. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായിട്ട്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതെന്ന് ചോദിച്ചാൽ സുവിശേഷം ജീവിക്കാനാണ്, നല്ല വിശേഷമായി ജീവിക്കാനാണ്. സുവിശേഷമാകാനും സുവിശേഷമേകാനുമാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭൗതിക ആവശ്യങ്ങൾ ചോദിക്കണമെന്നുള്ള അർത്ഥത്തിലല്ലാതെ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകളെ ഓർത്ത് അനുതപിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ഹൃദയത്തിൽ തുടങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുക. അപ്പോൾ അനുഗ്രഹിക്കുന്നതിന് കണ്ടീഷനുണ്ട്. എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ്, പക്ഷെ ആരിത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ. ഇത് പുതിയ നിയമത്തിൻ്റെ താക്കോലാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ഈ വചനമാണ് പുതിയ നിയമം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന കീയാണ്. ആദ്യത്തെ വചനമാണ് എന്താണ് ഈ ആത്മാവിൽ ദരിദ്ര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? AC 62 നമ്മൾ വായിക്കുന്നു, ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുക. അപ്പോൾ ദൈവത്തിന് അതാണ് ഈശോ പറഞ്ഞത്. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വചനം നമുക്ക് നൽകുന്നത് ഒന്ന്, ഈശോയിൽ വിശ്വസിക്കുക. എൻ്റെ ഹൃദയത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശ്വസിക്കുക. നമ്മുടെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം, ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന് 3 തലങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിശ്വസിക്കുക. അതെന്തിനാണ് വിശ്വസിക്കേണ്ടത്? വെളിവില്ലാത്ത നമ്മൾ വെളിപാടുകളെ വിശ്വസിക്കുക.
വിശ്വസ്തനായ ദൈവത്തെ വിശ്വസിക്കുക. വിശ്വസ്തൻ്റെ കൂടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് വിശ്വാസിയാകുന്നത്. വിശ്വസ്തനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിശ്വാസിയായി മാറുന്നു. അതായത് തായ്തണ്ടിനോട് ശാഖ ചേർന്ന് നിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതാണ് ഒന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വസ്തനായവനിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, അവിടുത്തെ വചനങ്ങളിൽ വിശ്വസിക്കുക. ഏകദേശം 8500ഓളം വാഗ്ദാനങ്ങൾ ഈ വചനത്തിൽ കിടപ്പുണ്ട്. ഏകദേശം 35,526 വചനങ്ങളാണ് ഈ ബൈബിളിൽ കൊടുക്കുന്നത്. 35,000 എന്ന് പറയാം. അപ്പോൾ ഇതിൽ 8500ഓളം വാഗ്ദാനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാനാണ് നിന്റെ ദൈവം, എൻ്റെ വിജയകരമായ വലത് കൈ നിന്നെ താങ്ങിയിരിക്കുന്നു, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. 365 പ്രാവശ്യമാണ് ഈ വചനം പറഞ്ഞു നൽകുന്നത്. ഇതാരാണ് ഓർമ്മിപ്പിച്ച് നൽകുന്നത്? ഇത് ആക്ടിവേറ്റ് ആക്കി തരുന്നവരാണ് എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച് നൽകും. ഇവിടെ ഇരുന്ന് ഏത് ധ്യാനഗുരുവല്ല, ഏത് വചനപ്രഘോഷണം, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ രീതിയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാലും പറഞ്ഞതുകൊണ്ടൊന്നുമില്ല. അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ അവൻ അവരുടെ ഹൃദയം തുറന്നു. ആ വചനം തുറക്കണം. പരിശുദ്ധാത്മാവാണ് ഈ വചനം തുറന്നു നൽകുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് സഹായകനാണ്, പരിശുദ്ധാത്മാവ് സംരക്ഷകനാണ്, പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ചിന്തയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് തന്നെ നമ്മൾ വരുന്നത്. അതായത് ഒന്ന്, പഴയ നിയമത്തിലെ നിയമത്തിന് പകരം കല്ലുകളിൽ പതിക്കപ്പെട്ട നിയമത്തിന് പകരം ഹൃദയത്തിലെഴുതുന്ന നിയമമാണ് പന്തക്കുസ്തി നൽകുന്നത്. അപ്പോൾ നിയമദാതാവായ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് നീതിയെയും പാപവും പുണ്യവും നീതിയും ന്യായവും എന്താണ് നമുക്ക് വേർപ്പെടുത്തി തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. സഭയുടെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ കൊടുത്തിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? സുവിശേഷത്തെ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ലോകത്തെ മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും അഷ്ടസത്യങ്ങളാണ്. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന്, ദൈവം കരുണയാണ്. ലൂക്ക 6:36. അതായത് ഈ ലോകത്തെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് നൽകും. നിങ്ങൾ പേടിക്കുന്ന ഒരു ദൈവമല്ല, നിങ്ങളുടെ നന്മതിന്മകൾ എണ്ണിത്തൂക്കിക്കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ശിക്ഷിക്കുന്ന ദൈവമല്ല. ഇത് കരുണയുടെ ദൈവമാണ്, കാരുണ്യത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ ഈ കരുണയായ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ, ദൈവം കരുണയാണെങ്കിൽ അലിവാണ് വിശ്വാസം. അലിവില്ലാത്തവർ വിശ്വാസികളല്ല. ദൈവം കരുണയാണ്, ദൈവം കരുണയാണ്. അതുകൊണ്ടാണ് സഭയൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കാഠിന്യത്തിൻ്റെ കരവാള് നിങ്ങൾ താഴെ വെച്ചിട്ട് കാരുണ്യത്തിൻ്റെ ഔഷധമെടുക്കുക. നമ്മൾ ആരാധിക്കുന്ന ദൈവം കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾക്കനുസരിച്ച് പഴയ അതുകളിലാണല്ലോ ലോകത്തിൽ കിടക്കുന്ന തെറ്റിദ്ധാരണകൾ. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ ലോകത്തിലുണ്ട്. ലേണിങ്ങിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അൺലേണിംഗ് എന്ന് പറയുന്നത്. ഇന്നും മനുഷ്യന് പേടിയാണ്. ഈശോ മിശിഹായുടെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ഒന്നാമത്തെ സന്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം, സുവിശേഷത്തിൻ്റെ കാതലാണ് ദൈവം കരുണയാണ്. ദൈവം കരുണയാണെങ്കിൽ വിശ്വാസി ആരായിരിക്കണം? കരുണയുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന അലിവുള്ള വ്യക്തിയാണ് വിശ്വാസം. അലിവില്ലാത്തവർ വിശ്വാസികൾ അല്ല. ആ ഒരു സത്യം ഒന്ന്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നൽകുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ലോകരക്ഷകനാണ്, കുടുംബരക്ഷകനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മാനവരാശിയുടെ പാപം കഴുകി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു ഏകരക്ഷകൻ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം. ഇനി മൂന്നാമത്തെ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതായത് അനുതപിക്കുന്ന ഭാവിക്ക് തിരിച്ചു വരാം. ഈ ലോകത്തിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവകൃപ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റിയതെന്നും ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറയുന്ന ഏതൊരു മഹാപാപിക്കും ദൈവതിരസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ലോകത്തിന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സന്ദേശം. നിരാശപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കത്തോലിക്ക സഭയിൽ വിശുദ്ധരെന്ന് പറയുന്നവരുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. നമ്മളറിയാമല്ലോ, അന്തോനീസിനെ നമ്മൾ വിശുദ്ധനാണ് പ്രഖ്യാപിക്കും. അൽഫോൻസാമയും കൊച്ചുറേസ്യായും ഒക്കെ വിശുദ്ധരാണ്. ആരാണ് വിശുദ്ധർ? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് എവരി സിന്നർ സെയിന്റ് ഈസ് എ കൺവേർട്ടഡ് സിന്നറാണ്. മാനസാന്തരപ്പെട്ട പാപിയാണ് വിശുദ്ധർ. മാനസാന്തരപ്പെട്ട പാപിയാണ് വിശുദ്ധർ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെല്ലാം തെറ്റുകൾ വന്നാലും അനുദപിച്ച് തിരുത്തി വരുന്നവർ ദൈവം അഭയമായി മാറും. മൂന്നാമത്തെ സന്ദേശം. നാലാമതായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നത്. പള്ളിയിൽ പോയി നീ പ്രാർത്ഥിച്ചോ, കുരിശുമല കയറിക്കോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തോ,
ഇതൊക്കെ വിലയുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത് നിൽക്കുന്നവർ, അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവൻ, അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് അത്ഭുതം. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയെ സ്നേഹിക്കാതെ, മക്കളെ സ്നേഹിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നത്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന നാലാമത്തെ സന്ദേശമാണ് പരിശുദ്ധാത്മാവിനെ. അതോടൊപ്പം തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കാര്യമാണ്, അതായത് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഇത് ക്രൈസ്തവ സന്ദേശമാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യുണീക്നെസ് ആണ്. ഇനി അതിന് പരിശുദ്ധാത്മാവ് എന്താണ്? സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം രക്തസാക്ഷികളുടെ ജീവിതം, അനേകം ജീവിക്കുന്ന ധാരാളം അമ്മമാരുടെ ജീവചരിത്രങ്ങൾ, മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനി അതോടൊപ്പം തന്നെ ആറാമതായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ നമ്മളെല്ലാവരും പലപ്പോഴും പൊതുസമൂഹം എന്താണ് സഫറിങ് എന്ന് പറഞ്ഞാൽ, സഹനമെന്ന് പറഞ്ഞാൽ തമ്പുരാനോട് ചേർന്ന് നിന്നാൽ തമ്പുരാന് താഴേക്ക് ഇറങ്ങി വരാനുള്ള വഴിയാണ് സഹനങ്ങൾ. ആത്മഹത്യാ മുനമ്പിലേക്ക് ഓടിക്കയറേണ്ടതല്ല, ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ടല്ല. ഇതെല്ലാം ഒരു ദിവസം വിശദീകരിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ 8 പഠനങ്ങൾ, സഹനം എന്ന് പറയുന്നത് തമ്പുരാനോട് ചേർന്ന് നിന്നാൽ തമ്പുരാനെ താഴേക്ക് ഇറക്കാനുള്ള അവസരമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സഹനങ്ങളൊക്കെ തമ്പുരാന് നമ്മിലേക്ക് കടന്നു വരാനും ബ്ലെസ്സിങ്സ് അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ സഹനങ്ങളെ അതായത് സൗന്ദര്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളതാണ് ഫോർഗീവ്നെസ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന 7ാമത്തെ സന്ദേശം, ഈ ഭൂമിയിൽ കാൽവരിയിലെ മരക്കുരിശിൽ കടന്നുകൊണ്ട് മുഖത്ത് തുപ്പിയവൻ്റെയും മുഖം വികൃതമാക്കിയവൻ്റെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവരേക്കാൾ ഉന്നതനാണ്. അതുകൊണ്ട് അവൻ്റെ ചിന്തയും ഉന്നതമാണ്. അതുകൊണ്ട് മറ്റാരുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. ക്ഷമിക്കുക, ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ വെറും മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. കൃപയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നതെന്നും കൃപയില്ലാത്തത് കൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നുള്ള ഒരു തിരിച്ചറിവാണ് ഫോർഗീവ്നെസ്. ഇത് വ്യാഖ്യാനിക്കാൻ ഒത്തിരി വേണ്ടി ഞാൻ അതിൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നൽകിയ 8 സന്ദേശങ്ങളിൽ 7ാമത്തെ എന്ന് പറയുന്നത്, 8ാമത്തെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സുവിശേഷത്തിലേക്ക് നൽകിക്കഴിഞ്ഞാൽ, അതായത് ഡിഗ്നിറ്റി ഓഫ് വിമൻ. ഈ ഭൂമിയിൽ രക്ഷാകര പദ്ധതിയിൽ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കും തുല്യ സ്ഥാനമുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ്. പരിശുദ്ധ കന്യാമറിയത്തെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ അന്ന് വരെ ദൈവമേ, എന്നെ ഒരു സ്ത്രീയാക്കി മാറ്റാതെ, എന്നെ ഒരു പന്നിയായി സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, എന്നെ ഒരു സ്ത്രീയാക്കി സൃഷ്ടിക്കാത്തതിൽ നന്ദി പറയുന്നുവെന്ന് പ്രാർത്ഥിച്ച ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു കോശമായി രൂപപ്പെട്ടുകൊണ്ട് ദൈവം തമ്പുരാൻ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ സ്ത്രീക്ക് പുരുഷനോടൊപ്പം തുല്യ സ്ഥാനമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പ്. 1, ആ സ്ത്രീ ശരീരം അശുദ്ധമാണ്, അവൾക്ക് ശാരീരിക ജനിതക പ്രത്യേകത ഉള്ളതുകൊണ്ട് അവൾ അശുദ്ധയാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ അടുത്ത് പോലും പോകല്ല്, അവർ പ്രലോഭന കുംഭമാണ്, ബയോളജിക്കൽ മിസ്റ്റേക്കാണെന്ന് പഠിപ്പിച്ചിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവളുടെ ശരീരം അശുദ്ധമല്ല വിശുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവിയായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം പരിശുദ്ധ അമ്മയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീ സമൂഹത്തെ മാറ്റി നിർത്തുന്ന എല്ലാ അസ്വസ്ഥകളിൽ നിന്നും ദൈവം എതിരാണ്. ഗോഡ് ഈസ് അഗൈൻസ്റ്റ് ഓൾ ദോസ് സ്ട്രക്ചേഴ്സ് വിച്ച് ഒപ്രസ് ഹ്യൂമൻ ബീയിങ്, എസ്പെഷ്യലി വിമൻ. അതായത് സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ദൈവം എതിരാണെന്ന് പഠിപ്പിക്കുകയാണ്. അതായത് പരിശുദ്ധ കന്യാമറിയത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ കുലുങ്ങാത്ത നിന്ന് അവളെ നോക്കിക്കൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോൾ മഗ്ദലന മറിയം കുരിശിൻ്റെ ചുവട്ടിൽ, അതായത് മറിയത്തെ യേശുവിനെ തേടി വരുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ട് ബൈബിളിൽ ഏറ്റവും കൂടുതൽ സമയം പേഴ്സണലായിട്ട് ഈശോ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സമറിയക്കാരി സ്ത്രീയോടാണെന്ന് വിചാരിച്ചുകൊണ്ട്. അന്നും ഈശോ ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അവൾ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. ഈ കർത്താവിനെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലത്താണ് സ്ത്രീകൾ ഇന്ന് കരയുന്നത്. ക്രിസ്തീയതയുള്ളിടത്ത് ഒരു സ്ത്രീക്കും കരയേണ്ടി വരില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൊരുളറിഞ്ഞ് ഏതൊരു പെൺകുട്ടിക്ക് ഏത് പാതിരാത്രിക്കുള്ള ഈ നാട്ടിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും.
അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസം സാധിച്ചത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ദിവസം ധ്യാനിക്കാനുള്ള കാരണമാണ് പരിശുദ്ധാത്മാവ് അന്ന് വിന്നു. ബൈബിളിനെ ചുരുക്കി പറഞ്ഞാൽ ഈ 8 സന്ദേശങ്ങളാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞ അഷ്ടാംഗ മാർഗങ്ങൾ. ഒന്ന്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ കിട്ടാത്തവർക്ക്, ദൈവം കരുണയാണ്. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഈ ലോകത്തോട് ദൈവം പറഞ്ഞു, ശിക്ഷിക്കാനിരിക്കുന്ന വാളെടുക്കുന്ന ദൈവമല്ല, മനുഷ്യൻ്റെ ചോര കുടിക്കുന്ന ദൈവമല്ല, നിന്റെ ജീവിതത്തിലെ തെറ്റിൻ്റെ പേരിൽ നിന്നെ ഓടിച്ചിട്ട് തലമുറകളോളം ശിക്ഷിക്കുന്ന ദൈവമല്ല എന്ന് ദൈവം കരുണയാണെന്ന് കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഒന്ന്, ദൈവം കരുണയാണ്. 2, യേശു ക്രിസ്തു ഏകരക്ഷകനാണ്, ഉയർത്തെഴുന്നേറ്റ ഏകരക്ഷകനാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് പറഞ്ഞു, മൂന്നാമതായിട്ട് പറഞ്ഞു, തെറ്റ് ചെയ്യുന്ന ഏതൊരു പാപിക്കും, മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുന്ന ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. അങ്ങനെ ആദ്യത്തെ 3 കാര്യങ്ങൾ ഓർക്കാം. രണ്ടാമതായിട്ട് മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണ്? നീ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവമേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മാനവസേവ, മാധവസേവ എന്നൊക്കെ നമ്മൾ പറയുന്നു, മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ സഹോദരങ്ങൾ, ടു ലവ് ഗോഡ് ഈസ് ടു ഡു ജസ്റ്റിസ്. സഹോദരൻ, ദൈവത്തെ സ്നേഹിക്കുക എന്ന സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുക, അത് നിങ്ങൾക്ക് ഒരു ദിവസം ധ്യാനിക്കാനുള്ള മാർഗമാണ്. അത് ആ ഒരു ഒറ്റ പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞു, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നോക്കിക്കോ, ഇവിടെ കൊച്ചുങ്ങളാരും വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ചുക്കിച്ചുളിഞ്ഞ കവിളുകളുമായിരിക്കുന്ന ഈ അപ്പനും അമ്മയൊക്കെ മക്കളോട് എന്താ പറയുന്നത്? വി ലോസ്റ്റ് അവർ പാസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. പേരൻസ് ആർ നോട്ട് മൈ സെർവൻസ്. എൻ്റെ വേലക്കാരല്ല, എൻ്റെ മാതാപിതാക്കൾ. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമാണിത്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. മരിച്ചു പോയവർ മാത്രമല്ല രക്തസാക്ഷികൾ, ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. വിവാഹം കൊണ്ട് ഒരുപാട്, വിവാഹം മൂലം രക്തസാക്ഷികളായി തന്ന അനേകം സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് രക്തം ചിന്തി സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങൾ, അതുകൊണ്ട് അവരെ മറക്കരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചത് ഇവർ ഒരു സ്ഥലത്തും പോയിട്ടില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു നല്ല വസ്ത്രം കഴിച്ചിട്ടില്ല. ഇവരെന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം. അതാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യേശു പറഞ്ഞതിൻ്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് ഈ ഇരിക്കുന്ന മാതാപിതാക്കൾ. അതുകൊണ്ടത് ഇനി അടുത്തത് 3 ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. ഒന്ന്, ജീവിതത്തിൽ സഹനങ്ങളിൽ തമ്പുരാനോട് ചേർന്ന സഹനങ്ങളൊക്കെ ആത്മഹത്യാവനമ്പിലേക്ക് ഓടിക്കയറുകയല്ല, കാൽവരിയിലെ മരക്കുരിശിൽ ഈശോ മരിച്ചുയർക്കുകയാണ് ചെയ്തത്. നമുക്ക് നമ്മുടെ നൊമ്പരങ്ങളിൽ പങ്കുചേരുന്ന ഒരു തമ്പുരാനുണ്ട്. ആ സഹനം ഈശോ കാൽവരിയിലെ മരക്കുരിശിൽ. അതുകൊണ്ടാണ് സഫറിങ് എന്ന് പറയുന്നത് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ അതിനകത്തൊരു ദൈവിക തലമുണ്ട്. ചേർത്ത് നിർത്തിയാൽ ഒത്തിരിയേറെ വ്യക്തികളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ സഹനങ്ങളെ തമ്പുരാനോട് കൂടി ചേർത്തെടുത്ത് സഹനങ്ങളൊക്കെ വിശുദ്ധീകരണത്തിലുള്ള വഴിയാണെന്ന് അനേകം ജീവിതങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാ സ്നേഹത്തിനും പിന്നിൽ നൊമ്പരമുണ്ട്. ലവ് റൂട്ടഡ് ഇൻ പെയിൻ. സഹനങ്ങളിലൊക്കെ സഹിക്കാത്തവരാരുമില്ല. ആ സഹനത്തിന് ക്രിസ്തീയമായൊരു മൂല്യമുണ്ടെന്നുള്ളതാണ്. മറ്റൊന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോർഗീവ്നെസ്. അതായത് ജീവിതത്തിൽ സഹോദരങ്ങളെ മനസ്സിലാക്കി മാപ്പ് കൊടുക്കാതെ നമുക്കാർക്കും ജീവിക്കാൻ പറ്റില്ല. ഇന്ന് ഈ കാലഘട്ടത്തിന് വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ് ഓഫ് കോ എക്സിസ്റ്റൻസ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല സ്റ്റഡി സെൻ്ററുകളിൽ വിട്ടിട്ട് നമ്മൾ കണക്ക് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അത് അവർക്ക് ജീവിതത്തിന് ഒരു വരുമാന മാർഗം കിട്ടാനുള്ള കണക്കാണ്, ഒരു ഏണിങ് കിട്ടാൻ വേണ്ടി. പക്ഷേ ജീവിതത്തിന് വേണ്ടി ഒരു കണക്കുണ്ടെന്നറിയാവോ? അമ്മയുടെയും അപ്പൻ്റെയും കൂടെ ജീവിക്കുന്നത്, ബഹുമാനം കൊടുത്ത് ജീവിക്കേണ്ടത്, അവരുടെ ജീവനെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അയൽവക്കംകാരുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത്, അതാണ് മാത്തമാറ്റിക്സ് ഓഫ് കോഎക്സിൻ. നമുക്കിന്ന് വേണ്ടത് ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഗണിതശാസ്ത്രമാണ്. അമ്മയോടെങ്ങനെ പെരുമാറണം, അപ്പനോടെങ്ങനെ പെരുമാറണം. ഗണിതശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നും അധികമായി പോകരുതെന്നുള്ളതാണ് ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഏറിപ്പോയാൽ നാറിപ്പോകും. ഉപ്പ് കൂടിപ്പോയാൽ അരുചിയാണ്, ഉപ്പ് കുറഞ്ഞു പോയാൽ അരുചിയാണ്. അതിമധുരം രുചി കെടുത്തും. മധുരമായാലും കൂടിപ്പോയാൽ അപകടമാണ്. പ്രഷർ കൂടിയാൽ പ്രശ്നം, പ്രഷർ കുറഞ്ഞാൽ പ്രശ്നം. ഷുഗർ കൂടിയാൽ പ്രശ്നം, കുറഞ്ഞാൽ പ്രശ്നം. സയൻസ് ഓഫ് ബാലൻസ്, അതാണ് ഈ കണക്കെന്ന് പറയുന്നത്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം, കണക്കാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഗണിതശാസ്ത്രമാണ്. ഇത് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഈ അമ്മയായത്,
ഇന്ന് നീ പരിഹസിച്ച് മാറ്റുന്ന ഈ വല്യമ്മയും വല്യപ്പനും ഉണ്ടല്ലോ, ഈ ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ, അവർ കൊടുത്ത ഭൂമിയിലാണ് നിന്റെ അപ്പൻ വേർപ്പെടുക്കുക. അവരുടെ വിയർപ്പിലാണ് നീ ഇന്ന് താമസിക്കുന്നത്. മറക്കരുത്, വന്ന വഴി മറക്കരുത്. അതാണ് ഇന്ന് കണക്ക്. ഈ കണക്കാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരെ പരിഗണിക്കണം. ഇത് ജീവിതത്തിൻ്റെ കണക്കാണ്. ഈ കണക്ക് പഠിപ്പിക്കാത്തവരെന്ത് ചെയ്യും? ഫുൾ A+ കിട്ടിയില്ലാത്തതിന് ആത്മഹത്യാ മുൻപിലേക്ക് ഓടുന്നു, കണക്കൊന്ന് തെറ്റിയപ്പോൾ. ഈ കണക്കാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ എഞ്ചിനീയറിംഗിന് പോകാനായിട്ട് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന കണക്കിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത്. അത് ആദ്യം ജീവിതത്തിൻ്റെ കണക്കെന്ന് പഠിപ്പിക്കണം. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപാടാണ്. ജീവിതത്തിൻ്റെ കണക്ക് പഠിപ്പിക്കണം. 1 കിലോ അരി കൊണ്ട് എത്ര പേർക്ക് ചോറ് കൊടുക്കാമെന്നുള്ള അടുക്കളയിലെ കണക്ക് പഠിപ്പിക്കണം. മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്നും ഒരു മാങ്ങ തല്ലിപ്പൊട്ടിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനുള്ള കണക്ക്, എന്തുമാത്രം ഉപ്പ് ചേർക്കണം, മുളക് ചേർക്കണം എന്നുള്ള കണക്ക് കുട്ടികളെ പഠിപ്പിക്കണം. ജീവിതത്തിൻ്റെ കണക്ക് പിടിക്കണം. അതാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു 10ാം ക്ലാസ്സെങ്കിലും കഴിഞ്ഞ കൊച്ചിന് അമ്മയെ കണ്ട പുച്ഛം, അമ്മയ്ക്ക് കണക്ക് ചെയ്യാൻ അറിയത്തില്ല, അമ്മയ്ക്ക് കമ്പ്യൂട്ടർ നോക്കാൻ അറിയത്തില്ല, അമ്മ സാരി കൊടുക്കുന്നത് ശരിയല്ല, അപ്പൻ്റെ മീശ ശരിയല്ല, അപ്പൻ്റെ നടപ്പ് ശരിയല്ല, അപ്പൻ ചെയ്യുന്ന ഒന്നും ശരിയല്ല. സുഭാഷ് 22:16 ചെറുപ്പത്തിൽ തന്നെ നടക്കേണ്ട വഴി നീ പഠിപ്പിക്കണം. കണക്ക് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി നീ പഠിപ്പിക്കണം. അതിനെന്താ എടുക്കണമെന്ന് പറഞ്ഞത്? ആധുനിക മനഃശാസ്ത്രത്തിലെ ചില വ്യക്തികൾ പറയും കുഞ്ഞുങ്ങൾക്കെതിരെ വടിയെടുക്കരുതെന്ന്. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനൊന്നുമല്ല, ശിക്ഷണം കൊടുക്കാൻ, ശിക്ഷണത്തിൻ്റെ വടിയെടുക്കാൻ പറയുന്നുണ്ട് 15ാമത്തെ വചനത്തിൽ. ഈ ജീവിതത്തിൻ്റെ കണക്ക് പഠിപ്പിക്കാൻ ചെറുപ്പത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ കണക്ക് പഠിപ്പിക്കാനായിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവാണ് ബെസ്റ്റ് ടീച്ചർ. അതുകൊണ്ട് ഈ ബെസ്റ്റ് ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്ന 8 കാര്യങ്ങൾ, അഷ്ടാംഗ മാർഗങ്ങളാണ് അതാണ് പന്തക്കുസ്തിയിലെ പഴയ നിയമ പന്തക്കുസ്തിയും പുതിയ നിയമ പന്തക്കുസ്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. പഴയ നിയമത്തിൽ കൽഫലകളിൽ എഴുതിയ നിയമം കൊടുത്തിട്ട് പാലിക്കാൻ പറ്റിയില്ല, അത് ഉപേക്ഷിച്ചു, അപകടങ്ങളുണ്ടായി. ഇന്നിതാ നിയമവും നിയമദാതാവ്, യു ആർ ദ ലോ, യു ആർ ദ ലോ ഗീവർ. നീയാണ് നിയമം, നീ തന്നെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പറയുകയാണ്, അതായത് പാപവും പുണ്യവും വേർതിരിച്ചറിയുന്ന ജ്ഞാനമായി ഒഴുകി വരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമ പന്തക്കുസ്തിയും പുതിയ നിയമേ. ഇനി പഴയ നിയമ പന്തക്കുസ്തിയിലും പുതിയ നിയമ പന്തക്കുസ്തിയിലും വരുന്ന മറ്റൊരു വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് വരാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, നമ്മൾ പറഞ്ഞല്ലോ, ഇത് സ്നേഹത്തിൻ്റെ നിയമമാണ്. ആ നിയമത്തെ ദൈവം കൊടുത്ത് ഒറിജിനലായിട്ട് സ്നേഹത്തിൻ്റെ നിയമമാണെങ്കിലും അത് നിയമത്തിൻ്റെ പരിവേഷം ചാർത്തി അവർ ലീഗലിസത്തിലേക്ക് പോയപ്പോൾ പ്രവാചകന്മാരെ വിട്ടിട്ട് ദൈവം പറഞ്ഞു, റിട്ടേൺ ടു ദ സോഴ്സ്, ഒറിജിനലിലേക്ക് പോവുക, ഉറവിടങ്ങളിലേക്ക് പോകാനായിട്ട് പ്രവാചകന്മാർ പറഞ്ഞു കഴിഞ്ഞു. നിയമവും പ്രവാചകന്മാരും സ്നാപക യോഹന്നാൻ വഴിയായിരുന്നു. പുതിയ നിയമത്തിൽ യേശുവിലൂടെ നിയമവും സത്യവും നൽകപ്പെട്ടു. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ നിയമത്തിൽ നമ്മൾ ബാബേൽ ഗോപുരവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഈ പെന്തക്കോസ്തയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, അവിടെ കൊടുങ്കാറ്റായി നിറഞ്ഞു, അഗ്നിനാവായി നിറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന സ്ഥലം കുലുങ്ങി എന്നൊക്കെ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോഴും വന്നവർക്കെല്ലാം ഭാഷ മനസ്സിലായി എന്നാണ് പറയുന്നത്. ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ലോസ്റ്റ്, അതായത് വിനിമയങ്ങൾ, സ്നേഹത്തിൻ്റെ വിനിമയം നഷ്ടപ്പെട്ടു. എവിടെ? അഹങ്കാരത്തിൻ്റെ ഭാഷയുള്ളിടത്ത് ഒരിക്കലും മനസ്സിലാവില്ല. ഞാനിപ്പോൾ ജീവിതത്തിൻ്റെ കണക്ക് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൻ എന്തുകൊണ്ടാണ് മോനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസയിൽ ഇത്രയും വില കൂടിയ ഒരു ഡ്രസ്സ് മേടിക്കണ്ട, ഇത്രയും വില കൂടിയ ഭക്ഷണം മേടിക്കണ്ട എന്ന് ഈ അപ്പം പറയുമ്പോൾ അപ്പൻ്റെ പോക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടും വിയർപ്പിൻ്റെ ഗന്ധം അനുഭവിച്ചുകൊണ്ടും പറയുന്നതാണ്. ഈ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പഴയ നിയമത്തിൽ കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം തകർന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകാനുള്ള അഹങ്കാരത്തിൻ്റെ ഭാഷയുള്ളിടത്ത് ഒന്നും മനസ്സിലാവില്ല. ഇന്ന് നമ്മുടെ കുടുംബം തകരുന്നതിൻ്റെ ഒരു കാരണം, പല കുടുംബങ്ങളും ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഏകദേശം മനോരമയിലുണ്ടായിരുന്ന റിപ്പോർട്ട് പ്രകാരം, അതായത് ഒരു വർഷം 6 മാസത്തിനുള്ളിൽ 21,000 വിവാഹമോചന കേസുകളാണ് കേരളത്തിലെ കോടതികളിൽ രേഖപ്പെടുത്തുന്നത്. വിവാഹമോചനം നടന്നെന്നല്ല, വിവാഹമോചന കേസുകൾ അതായത് നടക്കും 21. അതായത് ഒരു വർഷം എടുത്താൽ ഏകദേശം 40,000-ഓളം വിവാഹമോചന കേസുകളാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ലോസ്റ്റ്. അത് 3 വർഷം 4 വർഷം സ്നേഹത്തിലായിരുന്നവർ കല്യാണം കഴിച്ചിട്ട് 2 മാസം കഴിയാനായിട്ട് സാധിക്കുന്നില്ല. 2 മാസം 2 വർഷം 2 മാസം 3 മാസം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ സ്നേഹത്തിൻ്റെ ഭാഷ, അഹങ്കാരമുള്ളിടത്ത് അഹങ്കാരം. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് ബാബേൽ ഗോപുരം പണിയുന്ന സന്ദർഭത്തിൽ
അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ട് അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ അവർക്കവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഈ അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ഭാഷയുള്ള കുടുംബങ്ങളിൽ ഒരിക്കലും സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി പുതിയ നിയമത്തിലെ പെന്തക്കോസ്തിൽ നടക്കുന്നത്, അപ്പസ്തോലന്മാർ അവരുടെ ഭാഷയിൽ സംസാരിച്ചു. ആൾക്കാർ പറയുന്നുണ്ട് ഇവരെല്ലാം ഗലീലിയക്കാരായ മനുഷ്യരല്ലേ, ഇവരുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഭാഷയിൽ ഇങ്ങനെ ഈ തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാണ്? സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവും. അമ്മയുടെ ഭാഷ മകൾക്ക് മനസ്സിലാകും, മകളുടെ ഭാഷ അമ്മയ്ക്ക് മനസ്സിലാകും, മാതാപിതാക്കളുടെ ഭാഷ മനസ്സിലാകും. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അതാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. മാംസള ഹൃദയം നൽകുകയാണ്. കത്തോലിക്കാ സഭയിൽ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ മനോഹരമായ ഒരു ചാക്രിക ലേഖനമുണ്ടല്ലോ, അവൻ നമ്മളെ സ്നേഹിച്ചു, ദിലക്സിസ് നോസ്. ഇതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കെട്ടുകാഴ്ചകളുടെ ഒരു കാലഘട്ടമാണ്. നമ്മളിന്ന് കാണുന്ന മനുഷ്യരുടെ യഥാർത്ഥ മുഖങ്ങളല്ല നമ്മൾ കാണുന്നത്. മനഃശാസ്ത്രപരമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പറയുന്നത് മനുഷ്യൻ ഇന്ന് മാസ്ക് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ മാസ്ക് മാറിക്കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ തനി സ്വഭാവങ്ങൾ പലപ്പോഴും പുറപ്പെടുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഹൃദയമില്ലാത്ത മനുഷ്യർ, വേഷങ്ങൾ, കോലങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ. ഹൃദയമില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരുടെ ഹൃദയമായിട്ട് ഇന്ന് എന്താ മാറുന്നത്? ഒരു കൂട്ടർ വിചാരിക്കുന്നു പണം ഉണ്ടെങ്കിൽ എല്ലാമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഹൃദയം എന്തായിട്ട് മാറുന്നു? പണത്തിന് വേണ്ടി പോകുന്നു. അവിടെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുകയാണ്. അപ്പം സുഖം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഹാപ്പിനെസ്സും എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ പ്ലഷർ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഈ പ്ലഷർ എന്ന് പറയുന്നത് സുഖമാണ്, താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു പ്ലഷർ കിട്ടുന്നു. മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മൊബൈൽ അഡിക്ഷനായ കുട്ടികൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലഷർ കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ബയോകെമിസ്ട്രി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് രൂപകൽപ്പനയിരിക്കുന്നത്. നമ്മളിലുള്ള ഡോപ്പാമിൻ എന്ന് പറയുന്നൊരു ഹോർമോണുണ്ട്, നമുക്ക് സുഖം നൽകുന്നൊരു ഹോർമോണുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കാണാനായിട്ട് നമുക്ക് താല്പര്യം തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എന്തിരിക്കുന്നു, മനുഷ്യൻ്റെ ബയോകെമിസ്ട്രി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്ലഷർ കിട്ടുന്നത് വീണ്ടും വീണ്ടും ഏതൊരു മനുഷ്യനും നയിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് മനുഷ്യൻ്റെ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. അത് സന്തോഷമുള്ളത് ചെയ്യും. ഇൻ സെർച്ച് ഓഫ് പ്ലഷർ ആൻഡ് അവോയ്ഡൻസ് ഓഫ് പെയിൻ. ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിനോട് അമ്മ പറയും, എൻ്റെ മോനെ അടുക്കളയിൽ ചെന്ന് ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് നമ്മളെ പറ്റൂ, അവന് പറ്റില്ല, അവന് പ്ലഷർ കിട്ടുന്നതാണ്. അടുക്കളയിൽ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം അവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെങ്കച്ചിനോട് അമ്മ പറഞ്ഞാൽ വരില്ല അവർക്ക്. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് പ്ലഷർ കിട്ടുന്നത് എന്താണ്? ഈ യൂട്യൂബ് അഡിക്ഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡോപ്പാമിൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് രോഗമായി മാറുമെന്നുള്ളതാണ്, ലഹരിയായി മാറും. അത് കിട്ടിയില്ലെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ലഹരി ഒരു അടിമത്തത്തിലേക്ക് വരുന്നതാണ്. അത് നമ്മുടെ മൊബൈൽ യൂസ് എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ മൊബൈൽ ടെക്നോളജി നല്ലൊരു സാങ്കേതിക വിദ്യ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബ്ലെസ്സിങ്സും ഉണ്ട്, ബേഡൻസും ഉണ്ട്. ഒരു ബേഡൻ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ആടിനെ പ്ലാവിൻ്റെ ചവറ് കാണിച്ചിട്ട് ഈ ചവറിട്ട് കൊടുത്താൽ ആട് ആരാതരുതെന്ന് നോക്കില്ല. ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, വിഷകരമായ ആശയമുണ്ടോ നോക്കത്തില്ല. പ്ലാവിൻ്റെ ചവറ് കിട്ടിയാൽ ആട് തിന്നിരിക്കും. ഇതുപോലെ ഈ ഡോപ്പാമിൻ എർജ് എന്ന് പറയുന്ന തരത്തിൽ നമ്മളുടെ ബയോകെമിസ്ട്രി നമ്മുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്ന ഈ ഡോപ്പാമിൻ്റെ എർജ് കൊണ്ടാണ് ഈ 50 വയസ്സുള്ള അപ്പനും 40 വയസ്സുള്ള അമ്മച്ചിയും ഇപ്പുറത്തിരിക്കും. ഈ അടുത്ത കാലത്തൊരു കൊച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കവിത എഴുതി. നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി ഒരു കവിത എഴുതാനാണ് പറഞ്ഞത്. 7ാം ക്ലാസ്സുകാരത്തി കുട്ടി എഴുതിയ കവിതയാണ്, 4 ലൈനേ ഉള്ളൂ. ഇന്ന് കേരളത്തിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യുന്നൊരു കവിതയാണ്. നമ്മുടെ കുടുംബത്തെപ്പറ്റി ആ കൊച്ചു മനോഹരമായി പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ ആ കൊച്ചിനെ കൊണ്ട് എഴുതിപ്പിച്ചതായിരിക്കാം. ആ കൊച്ചെഴുതിയ ഒന്നാമത്തെ ഇതാണ്: വീട്ടിൽ അച്ഛനുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അപ്പനുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അപ്പനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ അമ്മയുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അമ്മ അപ്പുറത്തിരുന്ന് ഓടിക്കുന്നു. അപ്പൻ ഇങ്ങനെ തോന്നിയിരിക്കുകയാണെങ്കിൽ അമ്മ തോന്നിയിരിക്കുന്നു. ഈ നാമ്പേച്ചി കൂട്ട് മരപ്പെട്ടി രണ്ടുപേരുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി വീട്ടിൽ ഈ കൊച്ചിന് ചേട്ടനുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ചേട്ടനും ഒന്നും മിണ്ടാനില്ല. ഇനി കൊച്ചി 4ാമത്തെ ലൈൻ എഴുതി വെച്ചിരിക്കുകയാണ്: ഞാനും വീട്ടിലുണ്ട്, ഞാനും ഒന്നും മിണ്ടുന്നില്ല. ഇത് ഒരിടത്തെ പറഞ്ഞാൽ ഈ 4 പേരും നമ്മുടെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ബയോകെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോപ്പാമിൻ ട്രാപ്പാണ്. ഇതൊന്നും പെട്ടെന്നൊന്നും ഊരിക്കൊണ്ട് പോകാൻ പോകുന്നില്ല. കാരണം ഇത് മനുഷ്യൻ്റെ ബ്രെയിനാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ബ്രെയിനിൽ നിറയണം. വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അനുസ്യൂതമായ പ്രവാഹം. ഈ കെണി മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ളത്, അതായത്
എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-18 വചനം പറഞ്ഞു തരികയാണ്, ബുദ്ധിയിൽ അന്ധകാരം നിറയുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ ഒന്ന് ബുദ്ധി, 7ാമത്തെ ഇന്ദ്രിയം മനുഷ്യന്റെ ബുദ്ധി. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ അതിൻ്റെ താഴെ ഓപ്പറേറ്റ് ചെയ്യുന്ന 6th സെൻസ് ആണ് എന്ത്? മനസ്സ്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനസ്സ് മരവിക്കും, ഹൃദയം മന്ദീഭവിക്കും. മാറട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ ഭാഷ. ബാബേൽ ഗോപുരം തകർന്നപ്പോൾ അത് സ്നേഹത്തിൻ്റെ ഭാഷയല്ല, അഹന്തയുടെ ഭാഷയായിരുന്നു. പുതിയ നിയമത്തിലെ പന്തക്കൊസ്തിയിൽ ശിഷ്യന്മാർ പറയുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലായി ഈ ഭാഷയാണ് യെസക്കേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ നിയമം എഴുതും. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നത്, അതായത് ഇന്ന് പ്രിയപ്പെട്ടവർ സഹോദരങ്ങളെ, നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നത് ഈ ഹൃദയമാണ്. ഹൃദയം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. ഹാർട്ട് ഓഫ് ദി ഹാർട്ട്ലെസ്, ഹൃദയമില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥതയില്ലാത്തൊരു ജീവിത സാഹചര്യങ്ങളിലേക്ക് വേഷങ്ങളും കോലങ്ങളും ഇങ്ങനെ തീർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് മാർപ്പാപ്പ ഇതിനകത്ത് പറയുകയാണ്. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുന്നത്, 37-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നമ്മളൊക്കെ ഇന്ന് ഒഴുക്ക് നിലച്ച മനുഷ്യരാണ്. പുഴയായാൽ ഒഴുകണം, നദിയായാൽ ഒഴുകണം. ഒഴുക്ക് നിലച്ച മനുഷ്യരാണ്. ഞാൻ എൻ്റെ വീട് ഹൈറേഞ്ച് കട്ടപ്പന ഇടുക്കി ആണ്. അവിടെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഓസിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകാറുണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ടും വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഈ ഓസിലെ വെള്ളം നിലച്ചു പോകും. അങ്ങനെ നിലയ്ക്കുന്ന അവസരത്തിൽ വീട്ടിലുടമ ഉടനെ പോയി നമ്മൾ നോക്കും എവിടെയാണ് ഈ വെള്ളം പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു കരട് കയറി വന്ന ഒരു ഓന്ത് വന്നിട്ട് എങ്ങനെ ഒരു കല്ല് തട്ടിയിട്ടാൽ മതി, എങ്ങനെ ചെറിയ ഈ വെള്ളത്തിൽ ഒരു കല്ല് കയറിയാൽ മതി, അതിൻ്റെ വാതിലടഞ്ഞു പോയി. വളരെ നിസ്സാരമായ ഒരു കരിയിലേക്ക് വേണമെങ്കിൽ ഈ ഒഴുക്ക് നിലയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രഭാഷകന്റെ പുസ്തകം 25:13 നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ, അതായത് മനുഷ്യ ജീവിതം ഹൃദയക്ഷതത്തെക്കാൾ വലിയൊരു മുറിവില്ല. നോ വൂണ്ട് ഈസ് ആസ് സീരിയസ് ആസ് വൂണ്ടഡ് ലവ്. അതായത് മുറിവേറ്റ സ്നേഹമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ മുറിവുണക്കാൻ നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്, ആശുപത്രികളുണ്ട്, വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. എന്നാൽ മനസ്സിൻ്റെ മുറിവുണക്കണമെങ്കിൽ തമ്പുരാൻ തന്നെ തുടരണമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് മുറിവേറ്റ മനസ്സാണ് ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും, നമ്മുടെ ശരീരത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ രക്തം പുറത്തു വരാറുണ്ട്. രക്തം പുറത്ത് എന്ന് പറഞ്ഞതുപോലെ സ്നേഹപ്രവാഹത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോഴാണ് മുറിവുണ്ടാകുന്നത്. അപ്പോൾ ഈ മുറിവ്, സ്നേഹപ്രവാഹത്തിൻ്റെ ഒഴുക്ക്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നാളെ തൊട്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ലഭിക്കേണ്ട സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിലച്ചപ്പോഴുണ്ടായ മുറിവുകളാണിത്. നമുക്കിന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, നമുക്കിന്ന് വേണ്ട സഹോദരങ്ങളുടെ വേദനകളിൽ നമുക്ക് സഹതപിക്കാനായിട്ട് സാധിക്കാത്തതിൽ ഇന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും യെശയ്യാ പ്രവാചകന്റെ വാക്കിൽ ഉള്ളങ്കാല് മുതൽ ഉച്ചി വരെ മുറിവേറ്റിരിക്കുന്ന അവസ്ഥയാണ്. ഈ സ്നേഹത്തിൻ്റെ മുറിവ്, വൂണ്ടഡ് ലവ്, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ മുറിവാണ്. ഈ സ്നേഹത്തിൻ്റെ മുറിവേൽക്കാത്ത ഒരു മനുഷ്യരിവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഏൽക്കുന്ന മുറിവെന്ന് പറയുന്നത് ശാരീരിക മുറിവിൻ്റെ 10 ഇരട്ടി ഗൗരവമുള്ളതാണ് ഒരു മനുഷ്യ മനസ്സിനേക്കുന്ന മാനസിക മുറിവ്. അതായത് നമ്മൾ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷ എന്താണ്? നമ്മൾ ഈ പുതിയ നിയമത്തിൽ കാണുന്ന സ്നേഹത്തിൻ്റെ ഭാഷ എന്താണ്? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയാറുണ്ട്, ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയാറുണ്ട്, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്, എനിക്ക് സ്നേഹമാണെന്ന് പറയാറുണ്ട്. വചനത്തിൽ കാണുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു വെളിപാട്, ഈശോയുടെ സ്നേഹത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ കാണാനായിട്ട് സാധിക്കുന്നത്, അത് പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ ആരാണെന്നാണ് ഞാൻ ചെന്ന് പറയേണ്ടത്? കാരണം ജനത്തെ നയിക്കാൻ പോകുമ്പം സാധാരണ രീതിയിൽ ആൾക്കാർ ചോദിക്കും, നിൻ്റെ ID കാർഡ് കാണിക്കാൻ പറയും, അല്ല നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നു, നീ ആരാണെന്നാണ് ഞാൻ ചെന്ന് പറയേണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നൊരു കാര്യമുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം. പല വിധത്തിലുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം ഹു ഐ ആം. അപ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ അതിന് ഇടവിരിക്കുമ്പോൾ, അതിൻ്റെ ശരിയായ അതിൻ്റെ മൂലത്തിലേക്ക് പോയി കഴിയുമ്പോൾ, ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവനാണ് ഞാൻ, ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവൻ ദൈവം. മറക്കരുത്,
പന്തക്കൊസ്തയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു സുവിശേഷത്തിൻ്റെ മർമ്മമായി പറയുന്നത് ആവശ്യങ്ങളിൽ ആയിത്തീരുന്നതാണ് സ്നേഹം. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് സ്നേഹം? എന്തിനു വേണ്ടിയാണ് സ്നേഹിക്കുന്നത്? എന്താണ് സ്നേഹം? ഐ ലവ് യു എന്ന് പറയാൻ എളുപ്പമുണ്ട്. എന്താണ് സ്നേഹം? വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള പരിപാടി എന്താണ്? ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവൻ ദൈവം. ഐ ആം ദാറ്റ് യു വാണ്ട് ടു ബി. ഞാൻ എന്തായിത്തീരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതായിത്തീരുന്നവനാണ് ഞാൻ. നിനക്ക് വേണ്ടത് രക്ഷയാണെങ്കിൽ ഞാൻ രക്ഷകനാണ്. നിനക്ക് വേണ്ടത് അപ്പമാണെങ്കിൽ ഞാൻ അപ്പമായി തീരും. നിനക്ക് വേണ്ടത് ദാഹജലമാണെങ്കിൽ ഞാൻ ദാഹജലമായി തീരും. നിനക്ക് വേണ്ടത് വസ്ത്രമാണെങ്കിൽ ഞാൻ വസ്ത്രമായി തീരും. നിനക്ക് വേണ്ടത് പാപമോചനമാണെങ്കിൽ ഞാൻ പാപമോചനമായി മാറും. നിനക്ക് വേണ്ടത് സഹായമാണെങ്കിൽ ഞാൻ ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവൻ ദൈവം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ മനോഹരമായി പഠിപ്പിച്ചു, സ്വയം പാനീയമായി മാറുന്ന സ്നേഹം. സ്വയം പാനീയമായി ജീവജലമായി മാറുന്ന സ്നേഹം. ജീവജലമായി മാറും. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഏത് സ്ഥലത്തൂടെ ഒഴുകും, ഏത് പാത്രത്തിൻ്റെയും രൂപം സ്വീകരിക്കും. ഒഴുകിയേ പറ്റൂ. ഒഴുകുന്ന പുഴയുടെ ഇരുകരകളിലുള്ള ചെടികൾ നമ്മൾ കണ്ടിട്ടില്ലേ? മരങ്ങൾ കണ്ടിട്ടില്ലേ? അത് സമൃദ്ധമായിട്ട് ഒഴുകും. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴുകുമ്പോൾ ഓരോ വൃക്ഷത്തിനും ആവശ്യമുള്ള വെള്ളം ഒഴുകിക്കൊണ്ട് പോവുകയാണ്. അതാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി മാറുന്നതാണ് സ്നേഹം. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുമാതിരി വിശ്വാസ പരിശീലനം കിട്ടിയ വ്യക്തികളാണ്. കരിസ്മാറ്റിക് മേഖലയിലൊക്കെ ഒത്തിരി വിശ്വാസ പരിശീലനം കിട്ടിയ വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ഇറ്റ് ഈസ് മൈ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലവ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള എൻ്റെ കഴിവാണ് എന്നിൽ ദൈവമുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ആക്ടിവേറ്റ് സിം ഇട്ടിട്ടുണ്ട്. പക്ഷെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ലൊക്കേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും. കാരണം സിം ആക്ടിവേറ്റഡ് അല്ല. മാമോദീസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച മുദ്ര പതിക്കപ്പെട്ടു. സ്ഥായി ലേപനത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഈ നമുക്ക് കിട്ടിയ അധികാരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റു നിന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പന്തക്കൊസ്ത എന്ന് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ. കൊർണേലിയസിൻ്റെ വീട്ടിൽ വെച്ചൊരു പന്തക്കൊസ്ത നടക്കുന്നുണ്ട്. ഒറിജിനൽ ആദ്യത്തെ പന്തക്കൊസ്ത നടക്കുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരെ ഉച്ഛസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അതുവരെ നഗരത്തിൽ നിന്ന് പോകരുത്. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം. ആദ്യം നിങ്ങൾ ഇവിടെ സാക്ഷ്യം വഹിക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. കാരണം ഇവിടെയാണ്, കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. സ്നേഹം ആരംഭിക്കുന്ന കുടുംബത്തിലാണ്. ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവൻ ദൈവം. അങ്ങനെയെങ്കിൽ ഇതൊരു വല്ലാത്തൊരു ഇംപ്ലിക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആവശ്യങ്ങളിൽ ആയിത്തീരുന്നവൻ സ്നേഹം. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പോൾ ഈശോ മിശിഹ എങ്ങനെയാണ് സ്നേഹിച്ചത്? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടും. ഈശോ മിശിഹയുടെ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകളുണ്ട്. ഈശോ മനുഷ്യനെ സ്നേഹിച്ചത് 5 വിധത്തിലാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, ഇനി 5 ലവ് ലാംഗ്വേജസ് എന്ന് പറയും. സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അധികം കേൾക്കാത്തൊരു മേഖലയാണ്. പരിശുദ്ധാത്മാവ് ഇതിന് ശാസ്ത്രീയ പിൻബലം കൂടിയുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ പിൻബലം എന്ന് പറയുന്നത് ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ ഒരു കൗൺസിലറുണ്ട്. അദ്ദേഹത്തിൻ്റെ മില്യൺസ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് 5 ലവ് ലാംഗ്വേജസ്. സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ. സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ. ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് എങ്കിൽ, ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് 5 വിധത്തിൽ നമ്മൾ പ്രകടിപ്പിക്കും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഇരിക്കുന്നവരെല്ലാം ലീഡേഴ്സാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പലപ്പോഴും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ലീഡ് ചെയ്യുന്നവരാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാണ്. നിങ്ങൾ ചിലങ്കിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കർത്താവ് ഈശോ മിശിഹ എങ്ങനെയാണ് സ്നേഹിച്ചതെന്നുള്ളത് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോയുടെ സാന്നിധ്യം. അതായത് പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. എല്ലാവരോടും പകയോടെ, എല്ലാവരോടും പുകയോടെ. അപ്പനെ കാണുമ്പം കൊച്ചു പേടിച്ച് അടുക്കളയിൽ കയറുന്നു, അല്ല മുറിയിൽ കയറുന്നു. അമ്മയെ കാണുമ്പോൾ അകന്നു പോകുന്നു. 3 വയസ്സുള്ള കുഞ്ഞ് അമ്മയെ കണ്ടിട്ട് ഓടി അകലുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല, അത് അമ്മയുടെ കുഴപ്പമാകാനാണ് സാധ്യതയേറെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസൻസ് നോക്ക്. എൻ്റെ പ്രസൻസ് ഇന്ന് ആമയ്യ ഗ്രേസ്ഫുൾ പ്രസൻസ്. നമുക്ക് സ്നേഹമുണ്ടോ എന്നുള്ളത് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്നേ. മനുഷ്യൻ്റെ ബലഹീനതകളും നന്മകളും മനുഷ്യന് ഒളിച്ചു വെക്കാനൊന്നും അധികമൊന്നും പറ്റില്ല. അത് പുറത്തു വരും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇത് ഞാൻ പറയുന്ന ബൈബിളിലെ സ്നേഹത്തെ പറ്റിയുള്ള വളരെ ഗൗരവമായുള്ള ശാസ്ത്രീയ ചിന്തയാണ്. ഈശോ മിശിഹായുടെ സ്നേഹത്തെ സംബന്ധിക്കോ, യേശുവിൻ്റെ സാന്നിധ്യം.
ഇനി യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ സാന്നിധ്യം അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടാകുന്ന സാന്നിധ്യം. പരിശുദ്ധ അമ്മയുടെ ഗർഭത്തിലായിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലായിരുന്ന ഈശോ. ഇനി യേശു നമ്മൾ പറയാൻ സാധിക്കുമല്ലോ. അവൾ എന്താ ചെയ്തത്? ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി തീരുകയാണ് മാതാവ് ചെയ്യുന്നത്. എന്താ ചെയ്തത്? നമ്മൾ കാണുന്നുണ്ട്. പ്രായമായിരുന്ന എലിസബത്തിൻ്റെ കുടുംബത്തെ അവിടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. ആവശ്യം കാണുന്ന കണ്ണുണ്ടെൻ്റെ അമ്മയ്ക്ക്, സങ്കടം കേൾക്കുന്ന ചെവിയുണ്ടെൻ്റെ അമ്മയ്ക്ക്, നൊമ്പരം അറിയുന്ന മനസ്സുണ്ടെൻ്റെ അമ്മയ്ക്ക്. ഈ ഇരിക്കുന്ന അമ്മമാരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആവശ്യം കാണുന്ന കണ്ണ്. മാതാവിനോട് പ്രാർത്ഥിക്കണം. ഓരോ ജപമാല എടുത്തുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മകൻ്റെ, എൻ്റെ മരുമകളുടെ, എൻ്റെ അയൽവക്കംകാരുടെ, സഹോദരങ്ങളുടെ ആവശ്യം കാണുന്ന കണ്ണ് തുറക്കാൻ പരിശുദ്ധാത്മാവാകുന്ന അഞ്ജനം കൊണ്ട് എൻ്റെ കണ്ണെന്ന് എഴുതി തെളിയണമേ. അഫക്റ്റീവ് ബ്ലൈൻഡ്നെസ് നമുക്കിന്ന് വൈകാരിക അന്ധതയാണ്. ജീവിത പങ്കാളി ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മക്കൾക്കുണ്ടായി പ്രായപൂർത്തിയായി നിൽക്കുന്ന മക്കളുടെ ജീവിതകാര്യത്തിൽ ചെയ്താലും കുഴപ്പമില്ല. 50-60 വയസ്സായ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാത്തത് എനിക്ക് വെമ്പരമല്ല. ഇതൊരു അഫക്റ്റീവ് ബ്ലൈൻഡ്നെസ് ആണ്. കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. നമ്മളിന്ന് നോക്കിക്കേ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കി. ആരെയും വിധിക്കാനൊന്നുമല്ല പറയുന്നത്, സ്വയം നിരീക്ഷിക്കാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊച്ചിന് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല? ഇവൻ എങ്ങോട്ടാ പോകുന്നത്? വാദീസ്. ക്ലാസ്സിൽ ചെന്ന ടീച്ചറിന് ഇവനെ നോക്കാൻ പേടിയാ. ഞാനൊരു അധ്യാപകനാ. നമ്മുടെ ചില കുഞ്ഞുങ്ങളുടെ നോട്ടം കണ്ട് നമുക്ക് പോലും പേടിയാകുക. അടുത്ത കാലത്ത് ചില ടീച്ചേഴ്സ് പറഞ്ഞു, ഞങ്ങൾ പണ്ട് സാരിയൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ട് വന്നു, ഇപ്പം ഞങ്ങൾ സാരിയെല്ലാം മാറ്റിയിട്ട് ചുരിദാറാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ പിള്ളേരുടെ തുറിച്ചുള്ള നോട്ടം, മെയിൽ ഗെയ്സ്, 8 വയസ്സേ ഉള്ളൂ, അവൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നു. നമ്മുടെ സാന്നിധ്യം, പ്രസൻസ് മേക്ക് ഡിഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് ചിലർ വീട്ടിൽ കയറി വരുമ്പോൾ എന്താണ്, എത്രയും നേരത്തെ പോയാൽ മതി എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി അല്ലാത്തൊരു വ്യക്തി കയറി വരുമ്പോൾ നമ്മൾ കഴിക്കാൻ വെക്കുന്ന ഭക്ഷണം കൂടി എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? പ്രസൻസ് മേക്ക് ഡിഫറൻസ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു, യേശു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നപ്പോൾ പോലും എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവിനെ ചലിപ്പിക്കാൻ സാധിച്ചു. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആധുനിക രീതിയിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ടുള്ള പരിശീലനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ്, യുവർ പ്രസൻസ് മേക്ക് ഡിഫറൻസ്. യഹൂദ പെൺകുട്ടികൾ ഇന്നും ഗർഭിണികളായി കഴിഞ്ഞാൽ അവർ മൃഗങ്ങളുടെ അടുത്ത് പോകില്ല, സിമിത്തേരിയിൽ പോകില്ല, നെഗറ്റീവായുള്ള വാർത്തകൾ അവർ കാണുന്നില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യവും, ഇമോഷൻ പ്രൊവോക്കിംഗ് ഈവൻസ് ഉണ്ട്, ഇമോഷൻ പ്രൊവോക്കിംഗ് അതായത് പേഴ്സൺസ് ഉണ്ട്. ചില വ്യക്തികളുടെ സാന്നിധ്യം, അരോചകമായ സാന്നിധ്യം അസ്വസ്ഥത സൃഷ്ടിക്കും. നമ്മൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടും. ശാസ്ത്രീയ പഠനമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത കളിമൺ പ്രതിമയായ ജീവിതം മാറുകയാണ് ഒരു വശത്ത്. മറുവശത്ത് നോക്കിക്കോ, നമ്മുടെയൊക്കെ പഴയ വീടുകളൊക്കെ കാണാമായിരുന്നു. ആ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ചാരികസയിൽ ഇരുന്നു കൊണ്ട് പല്ലുപോയൊരു വല്യമ്മച്ചി അല്ലെങ്കിൽ വല്ലുപോയൊരു വല്യപ്പച്ചനും അവിടെ ഇരുന്നു കൊണ്ട് ജപമാലയിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. അവരുടെ മുഖം അവരുടെ അടുത്ത് ചെന്നാൽ ഒരു സാന്നിധ്യമാണ്. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? ദൈവം ചോദിച്ച ചോദ്യം, എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്തിനാ നീ അരിശപ്പെട്ടിരിക്കുന്നത്? നീ എന്ത് ചെയ്തു? നിന്റെ സഹോദരങ്ങൾ എവിടെ? പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോകുമ്പോൾ, അതായത് യാക്കോബ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ കണ്ണാടി നോക്കുന്ന മനുഷ്യരോടാണ് യാക്കോബ് ശ്ലീഹ ഓമിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്തിട്ട് എന്താണ്, നമ്മൾ രാവിലെ കണ്ണാടി നോക്കിയപ്പോഴാണ് മുഖത്തെന്തോ ഒരു കഴിച്ച ഭക്ഷണത്തിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. ഏതൊരു സുബോധമുള്ള വ്യക്തിയാൽ എന്ത് ചെയ്യും? അത് തട്ടി മാറ്റി കളഞ്ഞിട്ട് മുഖം ക്ലീൻ ആയിട്ടേ പോകത്തുള്ളൂ. സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യ വ്യക്തിയും കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ, കണ്ണാടി നോക്കുന്നത് നമ്മൾ സൗന്ദര്യം നോട്ടാനാന്ന് പറഞ്ഞ് എന്ത് നോക്കിക്കോട്ടെ, കറക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സാന്നിധ്യം ഇന്ന് അരോചകമായി തീരുന്നുണ്ട്. ഭർത്താവിൻ്റെ സാന്നിധ്യം ഭാര്യയ്ക്കും, ഭാര്യയുടെ സാന്നിധ്യം ഭർത്താവിനും. അപ്പോൾ ഇത് പേടിപ്പിക്കുന്ന സാന്നിധ്യമാണെന്ന്. അഗ്രസീവ് പ്രസൻസ് ആണ്, ലീഗൽ പ്രസൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് അല്ലേ? നമ്മളെല്ലാവരും നമ്മളോട് ഇപ്പോൾ വെറുതെ ഒരു സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് വെറുതെ ഒരു ചോദ്യം, നിങ്ങളെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച, അല്ലെ +1 +2 അല്ലെ ഡിഗ്രിയും പോയിക്കോട്ടെ, ഇത്രയും കാലത്ത് നിങ്ങളെ പഠിപ്പിച്ച ഏത് ടീച്ചർ, ഏറ്റവും ഇഷ്ടമുള്ള 3 ടീച്ചർമാരുടെ പേരെഴുതാൻ പറയുക. പേരെഴുതുന്നില്ല, മനസ്സിൽ നോർത്തെ.
ഇനി ആ മനസ്സിലോർത്ത ടീച്ചറിൻ്റെ ഒന്നാമത്തെ ടീച്ചറിൻ്റെ പേര് ടീച്ചർ എടുക്കാം. എന്തുകൊണ്ടാണ് ഈ ആൻസി ടീച്ചറിനെ ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ കൊച്ചു പറയുകയാണ്, ഞാൻ ചോദിച്ചു നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു നന്നായിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയായിരുന്നു. അതെങ്ങനെ അമ്മയാണ്? അപ്പം ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചപ്പോൾ ശരിയായില്ലായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എന്നോട് ചീപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ ടീച്ചറാണ് എൻ്റെ മുടി ശരിയായിട്ട് എനിക്ക് കെട്ടിത്തന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് അന്ന് എൻ്റെ ടീച്ചർ എൻ്റെ ദേഹത്തൊന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായത് ഇന്ന് ഞാൻ ടീച്ചറമ്മയെന്ന് വിളിക്കുന്നു. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. നമ്മുടെ മതാധ്യാപകർക്കും നമ്മുടെ ടീച്ചേഴ്സിനും ഇന്ന് സാധിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിച്ചിരിക്കുന്ന എത്തിക്സ് വിത്തൗട്ട് എഡ്യൂക്കേഷൻ വിത്തൗട്ട് എത്തിക്സ്, മെഡിക്കൽ സയൻസ് വിത്തൗട്ട് എത്തിക്സ്, യാതൊരു കരുണയില്ലാത്ത നേഴ്സുമാരും അതോടൊപ്പം ഡോക്ടേഴ്സും ഒരു വശത്ത് നിൽക്കുന്നെങ്കിൽ കാശിന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാത്ത കഷ്ടപ്പെടുന്ന അധ്യാപകരും മറുവശത്തുള്ളതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. +2 കുട്ടികൾ തമ്മിൽ പള്ളി ക്ലാസിൻ്റെ മുറ്റത്ത് കിടന്ന് തല്ലുകൂടുമ്പോൾ വീഡിയോ എടുക്കുന്ന ടീച്ചേഴ്സ്, 2 കോഴിപ്പൂവന്മാരെ പോലെ 2 പിള്ളേർ കിടന്ന് കൊത്തിച്ചാകുക. അവിടെ വൈകി വന്നൊരു പിതൃബോധമുള്ള ഒരു സാറുണ്ടാണ്. ആ സാർ ഇറങ്ങി വന്നിട്ട് അവസാനം ചൂരലും കൊണ്ട് വന്നിട്ട് 2 അമ്മമാർക്കിട്ട് 2 അടി കൊടുത്തിട്ടാണ് അമ്മമാരെ ബാക്കിയുള്ളവർക്കൊക്കെ. ഇതാണ് മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കിയോ, നിങ്ങൾക്ക് താമസിക്കുന്ന ഓരോ വാർഡിലാണ് അല്ലേ? നമ്മുടെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എന്താ പറയുന്നത്? അയ്യോ അങ്ങോട്ടെങ്ങും പോയേക്കരുതേ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പിരിവിന് വന്നാൽ പോലും അയ്യോ ആ വീട്ടിൽ പോയേക്കരുത്, അവർ 10 രൂപ തരികയാണ്. നമ്മുടെ പ്രസൻസ്. ഇനി ചോദിച്ചു നോക്കിയോ, അയാൾ മൂത്തു പിശുക്കനാ, നാട്ടിൽ മുഴുവൻ അറിയാം, അവിടുന്ന് കല്യാണം. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. യു ആർ എ മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ. നമ്മളൊരു മെസ്സേജും മെസ്സഞ്ചറും കൊടുക്കുന്നുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ചെറുക്കന് പെണ്ണ് കിട്ടാത്തത്? എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, വഴിയെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെയും വഴിയിലൂടെ നോക്കിക്കഴിഞ്ഞ ഒരു പയ്യനാണ്. ഒരു മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നത് കണ്ടിട്ടില്ല. അവൻ ഇടയ്ക്ക് വരുന്നു പോകുന്നു. അവൻ്റെ എന്തോ പൊടിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എവിടുന്ന് കിട്ടും? കാരണവന്മാർ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നുമില്ല. ഗത്സമനി രക്തം ഒഴുകുന്നത് പോലെ യേശു പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, കുരിശെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രസൻസ് മേക്ക് ഡിഫറൻസ്. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഇനി ആ പ്രസൻസ് കാണുന്നത് മറിയത്തിൻ്റെ ഉദരത്തിലായിരുന്ന യേശുവിൻ്റെ സാന്നിധ്യം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിൻ്റെ സാന്നിധ്യം. തകരാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന് കഷ്ടതയുടെ കണ്ണുനീര് കണ്ടിട്ട് ഈശോ മിശിഹ അവിടെ, ഈശോയുടെ സാന്നിധ്യം. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. ആ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തെ കഷ്ടതയിൽ നിന്നും കഷ്ടതയും കാരുണ്യവും തമ്മിൽ കണ്ടുമുട്ടി. കഷ്ടത എന്താണ്? കാനായിലെ കല്യാണ വിരുന്നിലെ വീട്ടുകാർ. കാരുണ്യവാരാണ്? തമ്പുരാണ്, ദൈവം കരുണയാണ്. ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ കഷ്ടത ഏറ്റെടുക്കുകയാണ് കാരുണ്യം. ഈശോയുടെ സാന്നിധ്യം കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതമായി മാറി. ഇനി സക്കേവൂസിൻ്റെ വീട്ടിലെ യേശുവിൻ്റെ സാന്നിധ്യം. നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവൻ ഈ ബ്ലേഡുകാരൻ്റെ വീട്ടിലാണല്ലോ ചെല്ലുന്നെന്ന് പറഞ്ഞിട്ടവൾ സക്കേവൂസിന് പോലും വിഷമമായി. സക്കേവൂസ് വിഷമിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടുമുറ്റത്താണല്ലോ ദൈവം തമ്പുരാൻ നാണം കെടുന്ന ദൈവമേ, ഇതിന് 4 ഇരട്ടിയായി ഞാൻ പ്രായശ്ചിത്തം ചെയ്തു കൊള്ളാം, സ്നേഹം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു കൊള്ളാമെന്ന് സക്കേവൂസ് വിളിച്ചു പറയുന്ന നിമിഷത്തിലാണ് സക്കേവൂസിൻ്റെ രക്ഷ. ഇതാണ് പ്രിയപ്പെട്ടവർ. സക്കേവൂസിന് നോക്കിക്കോ. ഇനി ശമയോൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഈശോയുടെ സാന്നിധ്യം. അവസാനം തിബേരിയസിൻ്റെ തീരത്ത് ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പന്മാരെ കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടിട്ടുണ്ട്. പ്രാണനെ പകർന്നുകൊണ്ട് പ്രാതലൊരുക്കുന്ന ഒരു തമ്പുരാൻ സാന്നിധ്യം കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അസാധ്യമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന അപ്പന്മാരും അമ്മമാരും ആദ്യം ചെയ്യേണ്ടത് ചിരിക്കാൻ പഠിക്കുക. ചിരിക്കാൻ അറിയാത്തവർ കട നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നസ്രാണികൾ പലപ്പോഴും ബിസിനസ് നടത്തിയാൽ പരാജയപ്പെടുത്തേണ്ട ഒരു കാരണം അവിടെ കയറി വരുന്ന ആളെ ദൂഷിച്ചൊരു നോട്ടമാണ്, അഗ്രസീവ് ലുക്കാണ്. 500 നോട്ടം കണ്ട പിന്നെ ആ കടയിൽ ഒരു മനുഷ്യൻ കയറിച്ചില്ല. 5010 രൂപയുടെ സാധനം മേടിച്ചിട്ട് 5000 രൂപ കൊണ്ട് പറയാം, ബാക്കി 10 രൂപയുടെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞുകൊണ്ട് ബലമായിട്ട് പിടിച്ചു മേടിക്കുന്നു. ആ കടയിൽ പിന്നീട് മനുഷ്യൻ കയറില്ല. ചിരിക്കാൻ അറിയാത്തവർ കട നടത്തരുത്. ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, MBA പഠിപ്പിക്കുന്നു, BSW MSW പഠിപ്പിക്കുന്നു. അവരോട് പറയുകയാണ്, എന്തിനാ ഒരു ടെക്സ്റ്റൈൽ കടയിൽ പെൺകൊച്ചിനെ സെയിൽസ് ഗേളായിട്ട് എടുക്കുമ്പോൾ അവിടുത്തെ ഉടമസ്ഥർ അവർ ട്രെയിനിങ് കൊടുക്കും, പറയും ഈ കടയിൽ കസ്റ്റമേഴ്സ് പലരും കയറി വരും. അത് ജാതിയെന്നോ മതമെന്നോ നോക്കരുത്. അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രസന്നവതനായിട്ട് നിൽക്കണം. സീറോ മലബാർ സഭയുടെ കുർബാനയുടെ പ്രാർത്ഥനയുടെ പ്രസന്നവതരായി അങ്ങയുടെ തിരുസന്നിധി നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന്. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് എന്നെ ആനന്ദിപ്പിക്കണമേ.
16-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ വായിക്കുന്നുണ്ട് അങ്ങയുടെ സാന്നിധ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പന്തക്കൊസ്തയിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും, എൻ്റെ സാന്നിധ്യം കൊണ്ട് സന്തോഷം കിട്ടുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് അരമണിക്കൂർ വർത്തമാനം, വേറെ ഒന്നും വേണ്ട, അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് സന്തോഷത്തോடு കൂടിയിരിക്കാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേകതയാണ്, പുണ്യമാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കയറി ഈ വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ ഇന്നത്തെ പുതിയ ഭാഷയാണ്. പക്ഷേ വീട്ടിൽ കയറി വരുന്ന ഉച്ചയ്ക്കാണെങ്കിൽ ഒരു കുടിക്കാൻ കൊടുക്കും, രാവിലെ ആണെങ്കിൽ കാപ്പി കൊടുക്കും. അതിൻ്റെ ആ ഒരു രീതിയിലുണ്ട്. അതെന്താണ്? നമ്മുടെ ഈ വീട്ടിൽ പിന്നെയും കയറി വരാൻ തോന്നണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാനായിട്ടാണ് കാണുന്നത്, ആ വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അപ്പോൾ ഈ സാന്നിധ്യത്തെ പറ്റി നമ്മളൊന്ന് സ്വയം ചിന്തിക്കുന്ന, യേശുവിൻ്റെ സാന്നിധ്യം. ഇന്ന് നമ്മൾ ഈ അതീവ ഗൗരവത്തോடு ഇരിക്കുന്നു. വല്ലതും ഒന്ന് ചോദിച്ചാൽ അവാർഡ് സിനിമ പോലെ, പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ കണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്തൊരു അഹന്തയാണ്. മോശയുടെ മുമ്പിൽ മുൾപ്പടർപ്പിൽ ദൈവം അഗ്നിയായി ഇറങ്ങി. ഇന്ന് ഈ പന്തക്കൊസ്തയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. യെരമ്യാ 3:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ തരിശുഭൂമി 4:3, യെരമ്യാ 4:3, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുക, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കുക. ഈ മുള്ളുള്ളത് കൊണ്ട് വചനത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം ഈശോയിലെ പക്ഷിക്കൂട്ടം വന്ന് വചനം തടസ്സപ്പെടുത്തി, പാറക്കൂട്ടം വന്ന് തടസ്സപ്പെടുത്തി, മുൾക്കൂട്ടമാണ്. ഈ മുള്ളെന്ന് പറഞ്ഞാൽ 7 മുള്ളാണ് നമുക്കുള്ളത്. 1 അഹങ്കാരത്തിൻ്റെ മുള്ള്, ലൂസിഫറും അഹങ്കാരവും. 2 അത്യാഗ്രഹത്തിൻ്റെ മുള്ള്, മാമോനും അത്യാഗ്രഹത്തുള്ളതും അവൻ്റെ നിയന്ത്രണത്തിലാണ്. 3-ാമത്തെ എന്ന് പറഞ്ഞാൽ അലസതയാണ്. അലസത എന്ന് പറയുന്നത് നമുക്കറിയാം ബെൽഫേഹോർ എന്ന് പറയുന്ന പൈശാചിക ശക്തിയുടെ ആവാസത്തിലാണ്. പിന്നെ 4-ാമത്തെ എന്ന് പറയുമ്പോൾ വേറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അലസതയുണ്ട്, കൊതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബേൽസബൂലിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ഒരു മേഖല മുഴുവനും. അരിശം എന്ന് പറയുന്നത് സാത്താൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ മറ്റേ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കും, അതായത് ജഡികതയുടെ ഘട്ടമാണ്. അപ്പം ഈ തരത്തിലുള്ള ഈ 7 മൂലപാപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന 7 മുള്ളുകൾ. ഒറ്റ മനുഷ്യനെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഈ പറഞ്ഞ സത്യമാണെന്ന്. അഹങ്കാരിയായ മനുഷ്യൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി ചെല്ലുമോ? നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പം എന്താ വന്നെന്ന് ചോദിച്ചാൽ ലോക്കൽ അനസ്തേഷ്യ കിട്ടുന്ന പോലെ കാര്യം. ആ മനുഷ്യൻ ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയാണ്. ഒരു മനുഷ്യൻ കയറുമോ? ഇല്ല, കയറില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അഹങ്കാരം അവസാനിക്കുന്നിടത്താണ് അത്യാഗ്രഹം ആരംഭിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ ഡീമൻ എന്ന് പറയുന്നത് ലൂസിഫറാണ്. ഇപ്പം ലൂസിഫറിനാണുള്ള നാട്ടിലിപ്പോൾ ആരാധന. ലൂസിഫറിനാണുള്ള ജയ് വിളിക്കുന്നത്. ലൂസിഫറിന് പറഞ്ഞ പ്രകാശം പരത്തുന്നവനാണെന്ന വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ലൂസിഫറിനാണ്. അഹങ്കാരം അവസാനിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ ആത്മീയത ആരംഭിക്കുന്നത്. അഹങ്കാരം അവസാനിക്കുന്നിടത്ത് ആത്മീയത ആരംഭിക്കുന്നു. ഒന്നും കഴിവല്ല, ഇതെല്ലാം കൃപയാണ്. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഇന്ന് തൊട്ടെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഈ മുള്ള്, ഈ അഹങ്കാരത്തിൻ്റെ മുള്ളൊന്ന് എരിയിച്ച് നൽകണമേ. അത്യാഗ്രഹത്തിൻ്റെ മുള്ളൊന്നില്ല. അത്യാഗ്രഹമുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കയറി ചെന്നാണ്. അപ്പോൾ അവർ ഫാൻ ഇട്ട് ഉടൻ തന്നെ അയാൾ ഫാൻ ഓഫാക്കി. എന്തിനാ കറണ്ട് ചിലവാക്കുന്നത്? ഈ മനുഷ്യനാണ് രാത്രി 12 മണിയായപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാര്യ നോക്കിയപ്പോൾ ഇയാൾ അടുക്കളയിൽ വെട്ടം കണ്ടുകൊണ്ട് ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ബ്രെഡ് എടുത്ത് തിന്നുക. എന്തിനാ മനുഷ്യൻ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നേ പറയത്തില്ല ജോലി. ഞാൻ ഇപ്പോഴാണ് ഈ ബ്രെഡിലോട്ട് നോക്കിയപ്പോൾ കണ്ട എക്സ്പയറി ഡേറ്റ് നാളെ കഴിയുകയാണ്. ഇപ്പോൾ 12 മണിയായില്ല, അതുകൊണ്ട് അങ്ങ് തീർത്തേക്കാം. അത്യാഗ്രഹിയുടെ വീട്ടിൽ കയറില്ല. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഒന്നെങ്കിൽ ആഡംബരം കാണിച്ച് സദ്യ കുളവാക്കും അവർ കല്യാണം നടത്തിയാൽ പോലും, അല്ലെങ്കിൽ 6 വിശുക്കത്തരം കാണിക്കും. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെ കളരിക്ക് പുറത്താണ്. ശ്രദ്ധിച്ച് നോക്കിയോ. മൂലപാപങ്ങളിൽ മൂർഖനാണ് അഹങ്കാരം, അത്യാഗ്രഹം. ഈ മുള്ള് സംസ്കരിക്കപ്പെടാതെ നമ്മൾ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നേരറിയുക, നേരത്തെ അറിയുക, വേണ്ടതറിയുക, വേഗത്തെ അറിയുക. The most hated person in the world is a person who speaks truth. സത്യം വിളിച്ച് പറയുന്നവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരുപക്ഷെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇപ്പോൾ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛാ ഇവിടെ നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്ത അത്യാഗ്രഹിയായ 3-4 പേരുണ്ടായിരുന്നു, അച്ഛനിത് പറയാവോ? നാളെ നമുക്കെതിരായിട്ട് പോസ്റ്റ് വരും. അത്യാഗ്രഹി ഒരിക്കലും, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയോ, അഹങ്കാരിയും അത്യാഗ്രഹി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഗതി പിടിച്ചിട്ടില്ല. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. നമുക്കൊന്നും മാറ്റാൻ പറ്റുന്നത് നമ്മുടെ നിഴൽ പോലെയുള്ളൊരു കാര്യമാണ്.
അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് പറഞ്ഞത് പ്രസൻസ്. അതുകൊണ്ട് അതിൻ്റെ ലളിതമായ രീതിയിൽ ഇവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന പറയാം. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ പഠിപ്പിക്കുക. മറ്റുള്ളവർ കയറി വരുമ്പോൾ ഒരു പ്രസന്നത വദനത്തോട് കൂടി ഇരിക്കുന്നത്. ഈ പഴയ കാലത്ത് ഞങ്ങൾ പാലക്കാരാണ്. പാലക്കാരുമായ അമ്മച്ചിമാർ ഈ പെൺകുട്ടികൾക്ക് കല്യാണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ അവസാന ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു ഉപമയുണ്ട്. അല്ല, ഉപമയല്ല, ഒരു ഉപദേശമുണ്ട്. മോളെ, നീ മറ്റൊരു കുടുംബത്തിലേക്ക് പോവുകയാണ്. നിൻ്റെ അറിവും കഴിവൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിൻ്റെ ശരീരം, അതായത് പ്രസന്നമായ വദനം. നവവധുവായ നിന്നെ കാണാൻ അയൽവക്കംകാർ വരും, വീട്ടുകാർ വരും, അവരെല്ലാം CCTV ക്യാമറയായിട്ട് വരും. എല്ലാവരും നിന്നെ നിരീക്ഷിക്കും. അതുകൊണ്ട് എല്ലാവരും നിൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കും, നിൻ്റെ കണ്ണിലേക്ക് നോക്കും, നിൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് തന്നെ പ്രസന്ന വദനയായിരിക്കണം. നോട്ട് ദ പോയിന്റ്. 2, വാസനയുള്ള ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മനുഷ്യവ്യക്തി എന്നതിൽ നമുക്ക് ജൈവികമായ ചില പ്രത്യേകതകളൊക്കെ ഉള്ള മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ദുർഗന്ധങ്ങൾ, വേർപ്പിൻ്റെ ദുർഗന്ധം ഉണ്ടാകാം, ശരീര ദുർഗന്ധം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്രയും കാലം നീ ഒറ്റയാളായിട്ട് ഒറ്റ വ്യക്തിയായിട്ട് നീ നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കുഴപ്പമില്ല. പക്ഷേ നീ ഇന്ന് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പം ദുർഗന്ധമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും, നാട്ടിലെങ്ങും പാട്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു, വിനാഗിരിയിട്ട വെള്ളം ഒഴിച്ച് അല്ലെ നാരങ്ങായുടെ തൊലിയിട്ട് വെള്ളമിട്ട് കുളിച്ച് വെക്കണം. അറബികൾ ചെയ്യുന്ന 1 മാസത്തോളം അവർ സുഗന്ധതൈലങ്ങൾ പോയി ശരീരത്തെ ലേപനം ചെയ്ത് ശരീരത്തിൻ്റെ അശുദ്ധി മാറ്റും. അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ നാടിൻ്റെ അമ്മമാർ. 3ാമതായിട്ട് പറയും, നിർമ്മലതയുള്ള ഒരു ഹൃദയം വേണം മോളെ. നീ സത്യസന്ധമായി ദൈവത്തോട് കൂടെ നിന്നാൽ നിൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അത് പറഞ്ഞു കൊടുത്തായിരുന്നു അമ്മമാർ വിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുകയാണ്, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉപദേശമൊന്നുമല്ല, നമുക്കാരും ഉപദേശിക്കാനുമില്ല. ജീവിതം മുന്നോട്ട് പോകണം. ആദ്യം തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ 1ാമത്തെ ലക്ഷണം, സ്നേഹത്തിൻ്റെ 1ാമത്തെ, നമ്മുടെ മുഖത്തിൻ്റെ ഗൗരവമൊക്കെ ഒന്ന് കുറയ്ക്കുക. ആരോടാ ഇത്രയും ഗൗരവം? ഒന്ന് ചിരിച്ചുകൂടെ? അല്പം ഡോപ്പാമിനൊക്കെ വർക്ക് ചെയ്യട്ടെ, അല്പം സെറോട്ടോണിനൊക്കെ വർക്ക് ചെയ്യട്ടെ, അല്പം ഓക്സിറ്റോസിനൊക്കെ വർക്ക് ചെയ്യട്ടെ, അല്പം എൻഡോർഫിനൊക്കെ വർക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ നോർമലാകട്ടെ. എന്തിനാ ഇത്രയും ടെൻഷൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇരിക്കുന്നവരെ എല്ലാവരും മെഡിക്കൽ ലാബ് ഉണ്ടെങ്കിൽ കോർട്ടിസോളിൻ്റെ അളവെടുത്തൊന്ന് ചെക്ക് നോക്കിക്കോ. ഞെട്ടും നമ്മൾ. അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാൻ വല്ല മാർഗമുണ്ടോന്ന്. അതുപോലെ ടെൻഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മനുഷ്യനോട് നമുക്ക് ചിരിയില്ല. നമുക്കറിയാൻ സാധിക്കും, വീടുകളിലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കാലത്ത് ഈ കാർന്നന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന വർത്തമാനം പറയുന്ന നമ്മൾ പെണ്ണുങ്ങളുടെ കലവിലെന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ പോയിന്ന്. ആ കലവിലെല്ലാം മാറി കഴിഞ്ഞു. ഇപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിന് സംഭാവന ചെയ്യുന്ന ആരാണ്? കേരളത്തിലെ ആൾക്കാരാണെന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബുകാർ കേരളം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ആരെങ്കിലും എണ്ണം വിടുകയാണെങ്കിൽ വീട്ടിൽ ഒരു കുക്കറിൽ ഇട്ടാൽ മതി, 100 പേര് തെറി പറയും, 100 പേര് നല്ലത് പറയും, 1000 പേര് ചീത്ത പറയും. എന്നാൽ എന്നാ യൂട്യൂബുകാർ കാശല്ലേ? 10 നന്മ പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് പ്രസൻസ് മേക്ക് ഡിഫറൻസ്. ചിരിക്കാൻ പഠിക്കാം. ക്രിസ്തീയ വിശ്വാസികൾ എന്തിനാ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇത്രയും വലിയ ടെൻഷനുമായിട്ട് കയറുന്നത്? സ്മൈൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്പീക്ക് മോർ ഇൻ ലെസ് എനർജി എന്നാണ്. SMILE, സ്മൈൽ. സ്പീക്ക് മോർ ഇൻ ലെസ് എനർജി. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ്, അതായത് നമ്മുടെയൊക്കെ ഫേസ് ഒരു ബുക്കാണ്. മറ്റുള്ളവർ വാങ്ങി എന്താ അമ്മച്ചി ഇതുപോലെ ഗൗരവമായിട്ടിരിക്കുന്നത്? ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ്. ഒരു വീട് പഞ്ചരിപ്പോൾ നിങ്ങൾ ഒരാളങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമുണ്ട്, പുതിയ വീട് വെച്ചുകൊണ്ട്. അതാ നമ്മളങ്ങോട്ട് കയറി ചെന്നിട്ട് നോക്കുക, ഒറ്റ കൊച്ചല്ലേ ഉള്ളൂ, ദൈവമേ എന്തിനാ ഇത്രയും വലിയ വീട് പണിയുന്നത്? അപ്പം അടുത്ത് ഒരാൾ പറയും, അതേ ഇതൊന്നും നേരായ രീതിയിൽ ഉണ്ടാക്കിയ പൈസയല്ല, ഇതെങ്ങാണ്ട് അടിച്ചു മാറ്റിയതാണ്. ഇന്നാ മുഖത്തിൻ്റെ ലാവണ്യം ഒന്നാകെ മങ്ങി, ദുഃഖത്തിൽ മുങ്ങി. വീട് വഞ്ചരിച്ചപ്പോൾ പാല് തിളച്ചു പൊങ്ങിയിട്ടും ഒരല്പം പോലും പുഞ്ചിരി ഉണ്ടാകാത്തവർ വേദനിച്ചിട്ടവരാണ് എത്രയും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ്. അടുത്തിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് പോലും നോക്കിയില്ല. 6 പേർക്ക് വെച്ചിരുന്ന ഭക്ഷണമാണ് 6 കോഴിക്കഷ്ണം വെച്ചിരുന്ന 3 പേര് കൂടി തീർത്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് പല്ലിക്കുത്തുന്ന ഒരു സാധനമുണ്ട്, അതെടുത്ത് തിന്നാൻ തുടങ്ങി. മറ്റൊരാൾ പറഞ്ഞാൽ ഇപ്പം തിന്നാനുള്ളതല്ല, ഭക്ഷണം കഴിഞ്ഞ് പല്ലിക്കുത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം തിന്നില്ല, മുഖത്ത് നോക്കില്ല. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ജെറുസലേം വിട്ടു പോകരുത്. ക്രിസ്തീയതയുടെ കാതലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അതാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ 1ാമത്തെ അല്ല. അത് പറഞ്ഞാൽ മണിക്കൂർ എടുക്കുന്നതുകൊണ്ട് ഞാൻ ലയിക്കുന്നു. കുറഞ്ഞ് 1ാമത്തെ നമ്മളെ 5 വിധത്തിൽ സ്നേഹിക്കാൻ പഠിക്കണം. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈശോയുടെ സാന്നിധ്യം നോക്കിക്കോ. കടന്നു എന്നവർക്കെല്ലാം അവൻ ആ കാരുണ്യത്തിൻ്റെ അവനേക്ക് നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും ഈശോയെയും തമ്മിൽ പറയുന്നത്, കഷ്ടതയും കാരുണ്യവും തമ്മിൽ കണ്ടുമുട്ടി, കഷ്ടതയുടെ മുമ്പിൽ, കാരുണ്യത്തിൻ്റെ മുമ്പിൽ കഷ്ടത, തൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഏറ്റു പറഞ്ഞപ്പോൾ അവിടെ സൗഖ്യം കിട്ടുകയാണ്. നോക്കിയോ. അതോടൊപ്പം തന്നെ സമയക്കാരി സ്ത്രീ
കഷ്ടതയും കാരുണ്യവും തമ്മിൽ കണ്ടുമുട്ടി. ശിമയോന്റെ ജീവിതത്തിൽ നോക്കിക്കോ, കഷ്ടതയും കാരുണ്യവും തമ്മിൽ കണ്ടുമുട്ടി. പ്രസൻസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരാളുടെ സാന്നിധ്യം. ഇപ്പം നിങ്ങൾ ആശുപത്രി ചെല്ലുകയെന്ന് വിചാരിക്കുക, നിങ്ങൾ അയൽപക്കത്തെ ഒരാൾ രോഗിയായി കിടക്കുക, നിങ്ങൾക്ക് അവിടെ കയറി ചെന്ന് പല ദൂരത്തിൽ നിങ്ങളുടെ പ്രസൻസ് കാണിക്കാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ കാണിക്കുന്നതാണ്. എവിടെയാണ് ആപ്പിളോ ഓറഞ്ചോ വല്ലോ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചുകൊണ്ട് സാന്നിധ്യം പ്രകടമാക്കുന്ന മനുഷ്യരുണ്ട്, കാണിക്കുന്നുണ്ട്. വേറൊരാൾ പറയും, ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ നോക്കിക്കൊണ്ടായിരുന്നത്. അവരുടെ സാന്നിധ്യം അവർ പ്രകടമാക്കി. മറ്റൊരാൾ ആ വയ്യാത്ത കൊച്ച് കൈയൊടിഞ്ഞ് കിടക്കുന്ന ആ കൊച്ചിന് എൻ്റെ അമ്മയുടെ കയ്യിൽ ആരും അറിയാതെ ആ കൊച്ചിൻ്റെ അപ്പൻ്റെയും അമ്മയുടെ കയ്യിൽ 500 രൂപ എടുത്ത് കൊടുത്തിട്ട് പോന്നു. ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കില്ല. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അതാ പറഞ്ഞത്, കുത്തിയവൻ മറന്നാലും കുത്തുകൊണ്ടവൻ മറക്കില്ല. കുത്തിയവൻ മറന്നിട്ട് പോകും, പക്ഷെ കുത്തുകൊണ്ടവൻ മറക്കില്ല. വേദനിക്കലും വേദനിപ്പിക്കലും വേണം സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. വേദനിക്കലും വേദനിപ്പിക്കലും വേണം സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. മുറിവിൻ്റെ ആഴമനുസരിച്ചെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ചാണ് മുറിവിൻ്റെ വേദന കൂടുന്നത്. അതുകൊണ്ട് പ്രസൻസ് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറ. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ കുരിശ് വരയ്ക്കുകയും സ്തുതി ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഈ വീട്ടിൽ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു കാരണവും തന്നെയാണ്. അപ്പം സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. സാന്നിധ്യം കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ അതായത് പരിമളപൂരിതമാണ്, മിശിഹായുടെ പരിമളമായി മാറുക. 2, നമ്മളിൽ സ്നേഹമുള്ളതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അത് നമ്മുടെ സംസാരമാണ്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അപ്പം 1 സ്നേഹ സാന്നിധ്യം, മലയാളത്തിൽ ലളിതമാക്കി പറയാം. 1 സ്നേഹ സാന്നിധ്യം, 2 സ്നേഹ സംസാരം. എഫെസോസ് 4:29 നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്. ഇന്ന് ഈ പന്തക്കുസ്തയിൽ നമ്മൾ ദൈവം തിരുസന്നിധിയിൽ പരിശുദ്ധാത്മാവെ അഗ്നിയായിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന, അതായത് പരിശുദ്ധാത്മാവ് നാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അഗ്നിനാവായി ഇറങ്ങി വന്നു എന്ന് പറയാം. ഇന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ അഗ്നിനാവായി എൻ്റെ നാവിൻ്റെ കട്ടഴിക്കണമേ. നാവിൻ്റെ കട്ടഴിഞ്ഞാൽ വീടിൻ്റെ കട്ടഴിയും, ജീവിതത്തിൻ്റെ കട്ടഴിയും. ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു, തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞാൽ മതിയായിരുന്നു, തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു താങ്ക്സ് പറഞ്ഞാൽ മതിയായിരുന്നു, വെറും ഒരു CST. ഒരു കൺഗ്രാജുലേഷൻസ്, ഒരു സോറി, ഒരു താങ്ക്സ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നാവിൻ്റെ കട്ടുണ്ടായതുകൊണ്ട് സംഭവിച്ചു. ഇന്ന് സുപ്രീം കോടതിയിലാണ് കേസ്. ഈ 4 പേര് കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൊരു കൊന്തയും ചൊല്ലി തീർക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് പറയില്ല. അഹങ്കാരത്തിന് മുള്ളു കയറിയിരിക്കുന്നിടത്തോളം കാലം 5 സെന്റ് സ്ഥലത്തിന് വേണ്ടി സുപ്രീം കോടതി വക്കീലിന് ലക്ഷങ്ങൾ കൊടുത്ത് കേസ് കളിക്കും. നാവിൻ്റെ കട്ടഴിഞ്ഞാൽ വീടിൻ്റെ കട്ടഴിയും. സംസാരിക്കാൻ പഠിക്കണം, പഠിപ്പിക്കണം. നമുക്ക് സ്നേഹമുള്ളതിൻ്റെയാണ്, അയൽവക്കംകാരാണ്, പിണങ്ങി സംസാരിക്കാൻ പാടില്ല. നമുക്ക് മുറിക്കാനേ അറിയത്തുള്ളൂ, കരിക്കാൻ അറിയില്ല. കരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. മുറിക്കാൻ എളുപ്പമാണ്, കരിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന നിമിഷത്തിൽ നിങ്ങളെപ്പറ്റി മുറിവേൽപ്പിച്ച വാക്കുകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടപ്പില്ലേ? ജെറമ്യാ 23:36 നമ്മൾ വായിക്കുന്നുണ്ട്. ജെറമ്യാ 23:36 നിന്റെ വാക്ക് നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് ഭാരമായി മാറുന്നു. നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് ഭാരമായി മാറുന്നു. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും. താങ്ങാൻ പറ്റുന്നില്ല, ചങ്ക് പിളരുന്ന വാക്കാണ്. സ്നേഹ സംസാരം 1, സ്നേഹ സാന്നിധ്യം നമ്പർ 1. 2 നമ്പർ 2 സ്നേഹ സംസാരം. അതും വ്യാഖ്യാനിക്കാൻ പോലും ഒരുപാട് മേഖലയിലേക്ക് പോകും. ഞാൻ നിർത്തുകയാണ് അവിടെ. 2. 3 സ്നേഹ സഹായം. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ജീവിത പങ്കാളികൾ അക്കൗണ്ടിങ് കപ്പിൾസ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് കപ്പിൾസ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കണം എന്ന് പറഞ്ഞാൽ, അക്കൗണ്ട് എന്താണ്? നമ്മൾ ചെയ്യുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയാറുള്ളത്. നമ്മളെ മറ്റുള്ളവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ്, നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തെ പറ്റി നാട്ടുകാർക്കൊരു ഓഡിറ്റിംഗ് ഉണ്ട്. നമുക്ക് പൂർണ്ണമാക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, നമ്മുടെ ഇടവകയിൽ താമസിക്കുന്ന മനുഷ്യരാണ്, ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന മനുഷ്യരാണ്. എല്ലാത്തിനോടും നമ്മളിപ്പോൾ ഹരിത കർമ്മ സേനക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളും അതിനോട് സഹകരിക്കുക. ഇനി ഒരു പാർട്ടിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അവരും പിരിവിന് വരുമ്പോൾ എന്തെങ്കിലും കൊടുത്ത് അവരെയും നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ണുനീര് വീഴാതിരിക്കുക, ശാപം കിട്ടാതിരിക്കുക ഒരു സമൂഹമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്നേഹ സഹായം. ജീവിത പങ്കാളിക്ക് ആരോടാണ് സഹായം ചോദിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ വിളിക്കാൻ പറ്റുമോ? അതായത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ 1 സ്നേഹ സാന്നിധ്യം, 2 സ്നേഹ സംസാരം, 3 സ്നേഹ സഹായം. നമ്മളിന്ന് പലപ്പോഴും കാണാറുണ്ട്, ഈ വലിയ നോമ്പ് കാലത്തിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ വലിയ തടി വെട്ടിയിട്ട് കുരിശും ചുമന്നുകൊണ്ട് മലയാറ്റൂർ മലയിലേക്കും അതുപോലുള്ള മലകളിലേക്കൊക്കെ പോകുന്നുണ്ട്. നല്ല കാര്യമാണ്, ഫോട്ടോയൊക്കെ എടുത്ത് ഇടുന്നുകൊണ്ട്. ഒരു പക്ഷേ വീട്ടിൽ വെള്ളം പോയി കഴിയുമ്പോൾ 2 ബക്കറ്റ് വെള്ളം കോരി കൊടുക്കാൻ പറ്റാത്ത ചേട്ടനാണ് ഈ പറമ്പിൽ നിൽക്കുന്ന തേക്കും തടി വെട്ടി കുരിശും വെട്ടിക്കൊണ്ട് മലയാറ്റൂർ മല മുകളിൽ കയറി
അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഈശോ മിശിഹ എടുത്ത കുരിശേത്? ഇങ്ങനൊരു കുരിശാണോ എടുത്തോണ്ടാണോ ഈശോ പറഞ്ഞോ പറമ്പ് വയ്ക്കുന്ന മരം വെട്ടിക്കൊണ്ട് കുരിശെടുക്കാൻ? ഈശോ പറഞ്ഞ നിന്റെ ജീവിതത്തിൻ്റെ കുരിശെടുക്കാനാണ് പറയുന്നത്. നിന്റെ സഹനം, നിന്റെ രോഗം, നിന്റെ ജീവിത പങ്കാളിയുടെ കുറവ്, നിന്റെ മക്കളുടെ നന്മ കുറവ്, അയൽവക്കംകാരുമായിട്ടുള്ള ജീവിത ബന്ധം, നീ താമസിക്കുന്ന സ്ഥലത്തെ മനുഷ്യരുമായിട്ടുള്ള നിന്റെ പ്രശ്നങ്ങൾ, ഇതേറ്റെടുക്കാനാണ് പറഞ്ഞേ. പറമ്പിൽ നിൽക്കുന്ന തേക്കും തടി വെട്ടിക്കൊണ്ട് മലയാറ്റൂർ മലയുടെ മുകളിലേക്ക് കയറാനല്ല. വികലങ്ങളായ അറിവുകൾ മുറിവുകൾ സൃഷ്ടിക്കും. നേരറിയുക, നേരത്തെ അറിയുക, വേണ്ടതറിയുക, വേഗത്തിലറിയുക. അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് സാന്നിധ്യം കൊണ്ട് പ്രകടമാക്കും. ഉള്ളിലിരിപ്പ് പുറത്തു വരും. നമ്മുടെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പാണ്. ആ കയ്യിലിരിപ്പ് സ്നേഹം ചിരിക്കാൻ പറ്റില്ലെന്നേ. സ്വന്തം അനിയത്തിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് ചിരിക്കാത്ത ഒറ്റയൊരു വ്യക്തി ഉണ്ടാകുന്നത് സ്വന്തം ചേട്ടത്തിയാണ്. എല്ലാവരും ക്യാമറക്കാരൻ പോയിട്ട് പോലും ചിരിക്കാൻ പറ്റിയില്ല. കാരണം ഈ കല്യാണം നടന്ന അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ മേടിച്ചു കൊടുത്ത സാരിക്ക് രൂപ കുറഞ്ഞു പോയതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ പറ്റിയില്ല. ചിരിക്കില്ല. ഈ ലോകത്തിൽ മരുന്നില്ല. അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല, അവരാണ് പ്രശ്നം. All the perfumes of Arabia will not sweeten this little hands. സപ്തസാഗരങ്ങളിലെ സുഗന്ധതൈലങ്ങൾ മുഴുവൻ ഉപയോഗിച്ചാലുള്ള ഈ മനസ്സിൻ്റെ ദുർഗന്ധം വിട്ടു മാറില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ, ഒന്ന് അതായത് സാന്നിധ്യം, 2 സ്നേഹ സംസാരം, 3 സ്നേഹ സഹായം, 4 സ്നേഹ സമ്മാനം. സമ്മാനം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരിക്കണം. അതാണ് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണം. പാഠം മനുഷ്യത്വം. നമുക്കും മനുഷ്യരാകാം, മലയാളികൾക്കും മനുഷ്യരാകാം. ക്രിസ്മസിന് 5 ക്രിസ്മസ് കേക്ക് മേടിച്ച് വീട്ടിൽ ഇരിപ്പുണ്ട്. അതെല്ലാം തിന്നിപ്പോൾ ഷുഗറും കൂടിയിരിക്കുക. ഒറ്റ കേക്ക് തിരിച്ച് മേടിച്ച് കൊടുത്തോ? ഇല്ല. ക്രിസ്മസ് ആക്കാൻ കൊതിച്ചിരിക്കുകയല്ലേ ആൾക്കാർ. എന്നാൽ ചുറ്റുപാടുള്ള മനുഷ്യൻ കയറി വന്നില്ല. കഴിഞ്ഞ വർഷം കേക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തു. തിരിച്ച് ഗിഫ്റ്റ് കൊടുത്താൽ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം. ആഗസ്തീനോസ് പിതാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, മനോഹരമായ പ്രാർത്ഥന. ദൈവമേ, നീ എനിക്ക് തന്ന ജീവിതം ഒരു മനോഹരമായൊരു സമ്മാനമാണ്. ഇനി ഞാൻ മനോഹരമായി ജീവിച്ചുകൊണ്ട് എൻ്റെ ജീവിതം നിനക്കൊരു സമ്മാനമായി നൽകും. ഗിഫ്റ്റ്, റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം. നമ്മുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് വന്ന് അവർ 500 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 501 രൂപയെങ്കിലും തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരിക്കണം. അതാണ് മര്യാദയും മാന്യതയും. ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ നിലപാട്, നമ്മുടെ നിലവാരം. മാമോദീസ സ്വീകരിക്കുന്ന കൊച്ചിന് കൊണ്ട് കൊടുക്കുകയാണ് കുറേ ടെഡി ബെയർ. അല്ല, മാമോദീസ കൊച്ചിന് പിന്നെ സഹിക്കാം. ആദ്യ കുർബാന സ്വീകരണത്തിന് കൊണ്ട് കൊടുക്കുക. പണ്ടാ 2 കൊടുത്തത് ഇപ്പോഴും ഇരിപ്പുണ്ട്. പൊടിയും പറ്റിയ സാധനങ്ങൾ പൊട്ടിയെടുത്തുകൊണ്ട് അതേപടി കൊണ്ട് അതുകൊണ്ട് കൊടുത്തിട്ട് പോരുക. ഈ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട് നമ്മുടെ നാട്ടിൽ. വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലത്. ഉണ്ടാകരുത്. ഉളുപ്പെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇറ്റ് ഈസ് ഷെയ്പ്പ് ഓണി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ ചെല്ലുക, ഒരു കല്യാണ വീട്ടിൽ ചെല്ലുക, ഒരു വീട് വെഞ്ചരിപ്പിന് ചെല്ലുന്നു. സമ്മാനം കൊടുക്കണം. ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താണെന്ന് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് പറയണം. ഈശോയുടെ ജീവിതത്തിൽ നിന്ന് ഈശോ കടന്നു എല്ലാം ഒരു ഗിഫ്റ്റായി മാറി. അവസാനത്തെ അവൻ്റെ ഗിഫ്റ്റാണ് ഈ പരിശുദ്ധ കുർബാന. ഈ പെന്തക്കോസ്തയിൽ അവൻ ജീവൻ്റെ നദിയായി ഒഴുകുന്ന പുഴയായി അവൻ മാറുകയാണ്. ഗിഫ്റ്റാണ്. സമ്മാനം കൊടുക്കാൻ പഠിക്കണം. അതൊരു ഷെയറിംഗ് ആണ്. ഈ സമ്മാനത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. കിട്ടുന്ന എന്തൊരു സാധനമാകട്ടെ അത് നമ്മൾ പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് കുടുംബത്തിൽ ഷെയറിംഗ് ഉണ്ടാകുന്നത്. അത് സ്നേഹത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. പങ്കുവെച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അവൻ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹം ഇല്ലാത്തവർക്കും കൊടുക്കാം, പക്ഷെ സ്നേഹമുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്നേഹമില്ലാതെ കൊടുക്കാം, ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കാം. പക്ഷെ സ്നേഹമുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് 5ാമത്തെ എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ ലക്ഷണം സ്നേഹസ്പർശനമാണ്. നമ്മൾ കാണുന്നുണ്ട് കുഷ്ഠരോഗിയെ തൊട്ട് തലീത്തക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കൈപിടിച്ചെടുക്കുന്നുണ്ട്. ചേർന്നേറ്റെടുക്കുക എന്ന് പറയുന്നതാണ് 5ാമത്തെ സ്നേഹസ്പർശനം. എ ലവിങ് ടച്ച് ആൻഡ് എ ഹീലിംഗ് ടച്ച്. അതായത് ഈശോയുടെ ജീവിതത്തിൽ നോക്കിയോ, അവൻ കടന്നു എന്ന വഴികൾക്ക് പത്രോസിൻ്റെ അമ്മായിമ്മ വനിപിടിച്ച് കിടന്ന അമ്മായിമ്മയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്നതൊട്ട്, ആ പെൺകുട്ടിയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്നതൊട്ട്, ഈശോയുടെ മാറിടത്തെ ചാരിക്കിടക്കുന്ന യോഹന്നാനെ തൊട്ട്, അവസാനം ഒരു അമ്മയെപ്പോലെ തിബേരിയസിൻ്റെ തീരത്ത് വെച്ചുകൊണ്ട് പ്രാണനെ പങ്കുവെച്ച് അപ്പം പകർന്നു കൊടുക്കുന്ന ശിഷ്യനായിട്ട്. അതായത് സ്നേഹത്തിൻ്റെ സ്പർശം. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. പല മനുഷ്യരും ഈ ഉണങ്ങിപ്പോയതിൻ്റെ കാരണം ഇന്ന് ഒരു മനഃശാസ്ത്ര പഠനമുണ്ട്, ഈ ഹഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ, അതായത് 8ാം ക്ലാസ്സിൽ 9ലും പഠിക്കുന്ന ഒരു കൊച്ചിനെ ഒരു അപ്പൻ ചേർത്ത് പിടിച്ചൊരു ഹഗ് കൊടുത്തിട്ട് ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 1 വയസ്സുള്ളപ്പോൾ കൊച്ചിനെ എടുത്തെന്നുള്ളത് ശരിയാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ എന്ന സ്നേഹത്തിൻ്റെ ആഘോഷമാണ്.
അത് കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ചേർന്ന് ഏറ്റെടുക്കേണ്ട നിമിഷത്തിൽ അത് ചേർന്ന് ഏറ്റെടുക്കണം. അത് ഈശോയുടെ ജീവിതത്തിൽ കാണുകയാണ്. ഇതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, 5 സ ഓർത്തിരുന്നാൽ മതി. എല്ലാവരും പഠിച്ചിരിക്കണം, മനസ്സിലാക്കണം. ഇന്ന് തൊട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പരിശീലനം ചെയ്യണം. ഈ പന്തക്കോസ്തയിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്. പഴയ നിയമത്തിലെ ഭാഷ ചിതറിപ്പോയി, പുതിയ നിയമത്തിൻ്റെ ഭാഷ യേശുവിൻ്റെ ഭാഷ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിനെ 1:5 എന്ന് പറയാറുണ്ട്. ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനുള്ള 5 മാർഗ്ഗങ്ങൾ കൂടിയാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും എന്നിട്ട് വഴക്കുണ്ടാക്കി. വേണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ അവിടെയുണ്ട്. ഇറങ്ങി ഒറ്റ പോക്ക്, അസാന്നിധ്യം. ആ മുറിവ് ഒന്നുകൂടി വലുതായി, മുറിവിൽ മുളക് തേച്ചു. പക്ഷെ മറിച്ച് വിവരമുള്ള എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച എൻ്റെ ജീവിത പങ്കാളിയാണ്. ഈ മനുഷ്യൻ്റെ ബലവും ബലഹീനത അറിയാം, അല്ലെങ്കിൽ അവരുടെ ബലവും ബലഹീനത അറിയാം. നിനക്കെന്ത് പറ്റി? ഞാൻ അല്ലെങ്കിൽ അരിശം വന്നപ്പോൾ പറഞ്ഞു പോയതാകട്ടോ, മനഃപൂർവ്വം പറഞ്ഞതല്ല. ഒന്ന് ചേർന്നു, മുറി ഉണങ്ങി. അസാന്നിധ്യമല്ല സാന്നിധ്യം. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. പ്രസൻസിന് മുറി ഉണക്കാൻ പറ്റും. ഇനി 2, അത് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് അങ്ങ് പോയതാണ്. ഉടൻ തന്നെ അവളെ ഫോൺ വിളിച്ചു. ഫോൺ കട്ട് ചെയ്യുന്നു, ഫോൺ എടുക്കത്തില്ല. അതെന്തെങ്കിലും ഒരു ചോദിച്ചാൽ മിണ്ടത്തില്ല, ചത്താലും മിണ്ടില്ല. എന്ത് സംഭവിക്കുന്നു? മുറി ഉണങ്ങി, മുറിവിൽ അല്പം കൂടെ മുളക് തേച്ചു. 2ാമത്തെ തകർച്ച. ഇനി 3ാമത്തെ കാര്യം, ഈ പിണങ്ങിയിരിക്കുന്ന സന്ദർഭമാണ്. ആങ്ങളെയും പെങ്ങളുമാകട്ടെ, ചേട്ടനും അനിയനുമാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, ഒരു കാര്യം ചോദിച്ചു, ഒരു സഹായം. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഒന്ന് ചെന്നപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കാകാം. ആ സഹായം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മുറി ഉണങ്ങാനുള്ള 3ാമത്തെ മാർഗമാണ്. 4ാമത്തെ എന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ദിവസം ഒരു പക്ഷേ ഒരു പലഹാരമായിരിക്കാം, പുറത്തിറങ്ങി പോയിട്ട് വന്നപ്പോൾ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നു, ആ മുറി ഉണങ്ങി. പ്രിയപ്പെട്ടവരെ, ഭക്ഷണമേശയാണ് മുറി ഉണക്കാനുള്ള ഒരു വല്ലാത്തൊരു മാർഗം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചത് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചുള്ള ഒരു ഭക്ഷണം കഴിക്കണമെന്ന്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റാൻ മാത്രമുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആൻഡ് ലൈഫ്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഭക്ഷണമേശയിൽ വെച്ചാണ്. ഈ മെഡിറ്ററേനിയൻ പശ്ചാത്തലത്തിൽ അവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു സിമ്പോസിയത്തിന് ഒരുമിച്ച് കൂടും, ആദ്യം ഭക്ഷണം കഴിക്കും, അതിനുശേഷം ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പം നിർഭാഗ്യവശാൽ നമുക്കിന്ന് കണ്ടിരിക്കും, നമ്മുടെ കല്യാണ സദ്യകളെ പോലും നിരീക്ഷിച്ച് നോക്കിക്കേ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി 500, 1000 രൂപയുടെ പ്ലേറ്റ് മുടക്കിയിട്ട് പ്ലേറ്റ് അവിടെ അങ്ങ് റെഡിയാക്കി വെക്കും. ഈ മനുഷ്യന്മാരെല്ലാം അങ്ങനെ പുതിയ സിനിമ കാണാൻ ഇരച്ച് കയറുന്നത് ഒറ്റ കയറ്റവും കയറി 5 മിനിറ്റ് കൊണ്ട് തിന്ന് അപ്പുറത്തിറങ്ങി കാർപ്പിച്ച് തുപ്പിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സംസ്കാരം ലോകത്തിൽ ഒരിടത്തും കാണത്തില്ല. ഭക്ഷണത്തോട് ഇത്രയും അനാദരവ് കാണിക്കുന്നത്. 1000 പേർക്കുള്ള ഭക്ഷണം കൊണ്ട് 750 പേര് കഴിച്ചിട്ട് ബാക്കി 250 പേരുടെ ഭക്ഷണം കൊണ്ട് വേസ്റ്റിലിടുകയാണ്. അതായത് കേറ്ററിംഗുകാർ ഭക്ഷണമൊക്കെ നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കയറി ചെന്നപ്പോഴാണ് കണ്ടപ്പോഴേ 4 ചപ്പാത്തി എടുത്തു, അതിൻ്റെ പുറത്ത് 3 പൊറോട്ട എടുത്തു, 4 കോഴിക്കഷ്ണം എടുത്തു, പിന്നെ പന്നിക്കഷ്ണം അതിൻ്റെ മോളി വെച്ചു, 7 നില കേക്കായി. തിന്നാനൊട്ട് പറ്റത്തുമില്ല. എന്ത് ചെയ്യും? നേരെ കൊണ്ട് 1000 രൂപ ഒരു മനുഷ്യൻ മുടക്കിയ പ്ലേറ്റാണ് പകുതി പോലും തിന്നാതെ ഇരുന്നിരിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നത് പാപമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിച്ചത് വെറുതെയല്ല, നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ഒതുക്കുകയാണ്. എൻ്റെ സമയമായിരിക്കുന്നത് 11:45 എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതയാണ്. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഉള്ളിലിരിപ്പ് പുറത്തു വരും. പ്രസൻസ് മേക്ക് ഡിഫറൻസ്. ഫേസ്ബുക്ക് ക്ലിയർ ആക്കുക. നമ്മുടെ ഫേസ് മറ്റുള്ളവർ വായിക്കുന്നതാണ്. അല്ലെങ്കിൽ മംഗളകരമായ സ്ഥലത്ത് കയറി പോകാതിരിക്കുക. അവരുടെ വീട്ടിൽ നല്ല ഒരു വീട് വെഞ്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ കയറി ചെന്ന് ഈ മുഖവും വീർപ്പിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ന് ആ മുഖത്തിൻ്റെ ലാവണ്യം ഒന്നാകെ മങ്ങി. വിശുദ്ധ സ്ഥലത്തെ അശുദ്ധ ലക്ഷണമാകരുത്. അതൊരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണിനെയും ചെറുക്കനെയും കാണുക, ഗ്രീറ്റ് ചെയ്യുക, അവരോട് വിശേഷം ചോദിക്കുക സമയം കിട്ടിയെങ്കിൽ. അല്ല ഇന്നത്തെ രീതിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ചെല്ലുക. അല്ല നമ്മളെ വെറുതെ ഒരു ഭക്ഷണത്തിന് വേണ്ടി മാത്രം കയറി ചെല്ലാൻ പറ്റും. നമ്മുടെ പ്രസൻസ് മേക്ക് ഡിഫറൻസ്. അതാണ് സാന്നിധ്യം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം സാന്നിധ്യത്തോടെ പ്രകടമാക്കുക. 2, സ്നേഹം സംസാരത്തോടെ പ്രകടമാക്കുക, ഉടനീളം സുവിശേഷത്തിലുടനീളം. 3, സ്നേഹം സമ്മാനത്തിലൂടെ അല്ലെങ്കിൽ പങ്കുവയ്ക്കുക, സഹായത്തോടെ പങ്കുവയ്ക്കുക. 4, സ്നേഹം സമ്മാനത്തോടെ പങ്കുവയ്ക്കുക. 5, സ്നേഹം സ്നേഹസ്പർശനത്തിലൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ബോണ്ട് ഓഫ് കമ്മ്യൂണിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്രിയേക ദൈവത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന ബോണ്ട് ഓഫ് കമ്മ്യൂണിയൻ, സ്നേഹത്തിൻ്റെ ഐക്യത്തിന് ഭാഷകൾ ഒന്നിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, ഒന്ന് ഭാഷ പഠിക്കുക. ബായിയോട് കൈസെന്ന് ചോദിച്ചാൽ അയാൾ ടീക്ക് എന്ന് പറയും. മലയാളിയോട് മലയാളത്തിൽ ചോദിക്കുക. ഹിന്ദിക്കാരോട് ഹിന്ദി സംസാരിക്കുക. ഓരോരുത്തരോടും ഭാഷ പഠിക്കാൻ പഠിക്കുക. അത് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഓരോരുത്തരുടെയും അതാണ് FS ലേഖനം 4-ാം അധ്യായത്തിൽ 29-ാമത്തെ നമ്മൾ ഫിലിപ്പി ലേഖനത്തെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ സന്ദർഭമനുസരിച്ച് മറ്റുള്ളവരോട് സംസാരിക്കണം. FS ലേഖനം 4:29 ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്.
അതായത് നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ആത്മീയ ഉന്നമനത്തിന് വേണ്ടി സന്ദർഭമനുസരിച്ച് ഓരോരുത്തരോട് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളാരും വഴക്ക് കൂടാൻ പോയിട്ട് തല്ലാൻ പോയിട്ടൊന്നുമല്ല പല കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ. തലമുറകളായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്തിരിക്കുന്ന ഈ മുറിപ്പെടുത്തിയ വാക്കുകളാണ്, കൃപയില്ലാത്ത വാക്കുകളാണ്. നമുക്ക് ഞാൻ പറഞ്ഞത്, മുറിക്കാനേ അറിയത്തുള്ളൂ, കരിക്കാൻ അറിയത്തില്ല. മുറി ഉണങ്ങിയാലും പാടവശേഷിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പരിശുദ്ധാത്മാവേ, അഗ്നിനാവായി എൻ്റെ നാവിറങ്ങി എൻ്റെ നാവിൻ്റെ കട്ടഴിക്കണമേ, അങ്ങനെ എൻ്റെ വീടിൻ്റെ കട്ടഴിക്കണമേ, ബന്ധങ്ങളുടെ കട്ടഴിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് സാംസന്റെ മേൽ ആവർത്തിച്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സാംസനെ വരിഞ്ഞു മുറിക്കുന്ന കെട്ടുകൾ ചണനൂല് പോലെ കരിഞ്ഞു ഭസ്മമായി. നാവിൻ്റെ കട്ടഴിയാൻ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കെട്ടഴിഞ്ഞ് കഴിയുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാൻ, സാന്നിധ്യം കൊണ്ടും സംസാരം കൊണ്ടും സഹായം കൊണ്ടും സഹായിക്കാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് 50-ാം ദിവസം ജീവിതത്തിൽ വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ്. ഈശോയുടെ വീടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വിളവെടുപ്പിൻ്റെ സമയമാണ് പന്തക്കുസ്ത. അത് സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഈ 5 വിധത്തിൽ സ്നേഹിക്കാൻ പഠിക്കുക, 5 വിധത്തിൽ മുറിവുണക്കാനും പഠിക്കുക. സാന്നിധ്യം കൊണ്ട് മുറിവുണക്കാം, സംസാരം കൊണ്ട് മുറിവുണക്കാം, സഹായം കൊണ്ട് മുറിവുണക്കാം, സമ്മാനം കൊടുത്ത് മുറിവുണക്കാം, ചേർന്നേറ്റെടുത്തുകൊണ്ട് മുറിവുണക്കാം. അതാണ് സ്നേഹത്തിൻ്റെ 5 ലവ് ലാംഗ്വേജസ്. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ശാസ്ത്രീയ പിൻബലം. ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് മില്യൺസ് ഓഫ് ബുക്സാണ് ഇറങ്ങിയിരിക്കുന്നത്. വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്ന പെൺകുട്ടികൾക്കും ആൺപിള്ളേർക്കും മേടിച്ചു കൊടുക്കുന്നൊരു പുസ്തകമാണ് 5 ലവ് ലാംഗ്വേജസ്, സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ. അത് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയായിരുന്നു. ഈശോ സാന്നിധ്യം കൊണ്ട്, സംസാരം കൊണ്ട്, സഹായം കൊണ്ട്, സമ്മാനം കൊണ്ട്, സ്പർശനം കൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദാസരുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും നാവിൻ്റെ കെട്ടഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടഴിക്കണമേ, വീടിൻ്റെ കെട്ടഴിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സ്നേഹ സാന്നിധ്യം, ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന് അനുഗ്രഹമായി മാറിയതുപോലെ ഈശോയുടെ സാന്നിധ്യം കാനായിലെ കല്യാണ വിരുന്നിലെ കണ്ണുനീരിൽ നിന്നും കാരുണ്യത്തിൻ്റെ രീതിയിലേക്ക് നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ള ഞങ്ങളുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട്, സ്നേഹ സംസാരം കൊണ്ട്, സ്നേഹ സഹായം കൊണ്ട്, സ്നേഹ സമ്മാനം കൊണ്ട്, സ്നേഹ സ്പർശനം കൊണ്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ അനുഗ്രഹമായി മാറാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവെ നൽകണമെന്ന്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, പവിത്രീകരിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവം അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം, അബ്രാഹം ഇസ്ഹാക്കിന് കൊടുത്ത അനുഗ്രഹം, ഇസ്ഹാക്ക് യാക്കോബിന് കൊടുത്ത അനുഗ്രഹം, യാക്കോബ് തൻ്റെ 12 മക്കൾക്ക് കൊടുത്ത അനുഗ്രഹം, രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും കിട്ടിയ അനുഗ്രഹം, തിരുസഭയിലെ അപ്പസ്തോലന്മാരുടെ തുടരുന്ന അനുഗ്രഹം, ഇന്ന് തിരുസഭയിൽ അർപ്പിച്ച 5 ലക്ഷം പരിശുദ്ധ കൃപ അനുഗ്രഹം നിങ്ങളോടുകൂടെ, നിങ്ങളുടെ കുടുംബത്തോടുകൂടെ കഴിഞ്ഞ 7 തലമുറയിലൂടെ കടന്നു വന്ന പാപത്തിന് പരിഹാരമായി നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. നമ്മുടെ കർത്താവിശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.